അസ്സലാമു അലൈക്കും. പ്രശ്നം. മിഷേൽ അല്ലേ? അതെ. നിങ്ങള് സൺ ഡയറക്റ്റ് മാത്രാ ചെയ്യണേ? സൺ ഡയറക്റ്റ് വർക്ക്, പിന്നെ അതിന്റെ വർക്ക്, CCTV വർക്ക്. നിങ്ങൾ പ്ലംബിങ് ചെയ്യണ്ടോ ഇപ്പൊ? പ്ലംബിംഗ് വർക്ക് ഇപ്പൊ ഇല്ല. നിങ്ങള് രണ്ടാഴ്ചയായിട്ട് പ്ലംബിംഗ് വർക്കായിട്ട് തിരക്കിലായിരിക്കും. നിങ്ങൾ നാട്ടിലുണ്ടാവില്ല എന്നൊക്കെ പറയാം ഹസൻ ഭായ്. എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്, ഞാനൊരു വർക്കിലാണ്, വിളിക്കാം. നിങ്ങൾ അങ്ങനെ പറയല്ലേ. അപ്പൊ ഹസൻ അത് നുണ പറഞ്ഞിരുന്നില്ലേ നിങ്ങള് പറഞ്ഞോന്ന്? എന്ത്? നിങ്ങള് രണ്ടാഴ്ച ജില്ലയിൽ തന്നെ ഉണ്ടാവില്ല, നിങ്ങള് പ്ലംബിംഗ് വർക്കായിട്ട് ബിസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞത് ഹസൻ നുണ പറഞ്ഞതായിരിക്കൂലേ? അതെനിക്കറിയില്ല. നിങ്ങളെ അറിവോടെ പറഞ്ഞതാ? ഞാൻ എല്ലാ വർക്ക് കൊടുക്കണ തന്നെയാണ്. പ്ലംബിംഗ് വർക്ക് കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങളിപ്പോ രണ്ടാഴ്ചയായിട്ട് പ്ലംബിംഗ് വർക്ക് ആയിട്ട് നിങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ടാവില്ല. അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഈ ആക്കത്തിന് ഞാൻ വിളിച്ചോളാന്നൊക്കെ. എന്താ പറഞ്ഞ? പ്ലംബിംഗ് വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടേ അതൊന്നും ഞാൻ ഭയങ്കര പറഞ്ഞിട്ടില്ല. തിരക്കിലായിരിക്കും. എനിക്ക് എന്റെ പെങ്ങളെ കുട്ടിക്ക് സുഖം ഉണ്ടാവുന്നില്ല, അപ്പൊ അതിന്റെ പിന്നാലായിട്ട്. അത് ശരി. ഞാന് ആര്യമ്പാവുകാരനാണ്, അത് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയാലോ. കോതകുറിശിന്ന് ആര്യമ്പാവക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. പിന്നെന്താ ഒരു മാസ്കിലൊക്കെ കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ ഇനി എന്താ അറിയോ, ഞാൻ പറയട്ടെ. ഇനി എന്റെ പോയിന്റ് പറയാം. അതായത് നിങ്ങൾ മൊത്തം നുണ ബിൽഡ് ചെയ്തതില് ഒരു കഥാപാത്രമായിട്ട് മിഷാൽ വന്നു എന്നുള്ളതാണ് കഥ. അല്ലല്ല, ഞാനൊരു കാര്യം പറഞ്ഞ അത്രയും ഭാഗം നുണയാണല്ലോ. അപ്പൊ നമുക്കൊരു സത്യസന്ധമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സത്യസന്ധമായിട്ട് മിഷാലിന് ഉണ്ടായ ഒരു അനുഭവം പറയാൻ എന്തിനാണ് ഇത്രയും നുണയുടെ കഥ? അല്ല, ഇതിപ്പോ ഉണ്ടായതല്ല. ഇത് കുറച്ച് ഞാൻ ചോദിക്കുന്ന അതല്ല, എപ്പോ ഉണ്ടായി അതിലേക്ക് വരാം. ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതിനാണ് മിഷാലിനെ വിളിച്ചത്. ഞാൻ മിഷാലിലേക്ക് ഡയറക്റ്റ് എത്തിയില്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പണി ചെയ്യുമ്പോൾ പണി അറിഞ്ഞിട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ എന്റെ വീഡിയോ, ഏത് വീഡിയോയുടെ ഏത് ഭാഗം എന്ന് മനസ്സിലാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ. ലിയാഖത്തിനെ പോലുള്ളവരെന്നല്ല പറഞ്ഞത്. അങ്ങനെയല്ല, ഇന്റെ അടുത്ത് അയാള് പറഞ്ഞത് അങ്ങനെ. ആയിക്കോട്ടെ. അത് ഏത് വീഡിയോ, എന്റെ ഏത് വാക്ക്. താങ്കൾ എന്റെ വീഡിയോ കേൾക്കാറുണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. പറഞ്ഞോ. നിങ്ങൾ എന്താ പറഞ്ഞേ? ഹലോ. പറയ്. എന്താ പറഞ്ഞ? പല വീട്ടിൽ കൂടി വർക്കിന് പോണതാണ്. ഇതില് ഇതിപ്പോ എങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ശരിക്കും ഉണ്ടായ സംഭവം പറയും. എന്ത് ഞാൻ ഇവൻ പറഞ്ഞ നുണകൾ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഉണ്ടായത് ഞാൻ തോട്ടക്കര ഒരു പള്ളിയുടെ വർക്ക് എടുത്തിരുന്നു. ഇലക്ട്രിക്കൽ വർക്ക്. അല്ല, അവിടുത്തെ വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്യല്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഉണ്ടായി പറഞ്ഞ സംഭവം ഒരു വർഷത്തിന് മേലെ ആയിക്കണു. കൃത്യമായിട്ട് ഇപ്പൊ അങ്ങനെ ഓർമ്മയില്ല. ഞാൻ കുറെ കാലമായിട്ട് എന്റെ മനസ്സിലുള്ള കാര്യമാണ്. ചുമ്മാ ആരെങ്കിലും ഒരാളെ കിട്ടുമ്പോ യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ട് നമ്പർ എടുത്തിട്ട് മൂപ്പർക്ക് വിളിച്ചെന്ന് മാത്രം. നിങ്ങൾ വിളിച്ചത്? ഞാൻ വിളിച്ചിട്ട് കുറെ ആയിക്കണു. മൂപ്പരാൾ ഇപ്പൊ പറഞ്ഞത് മാത്രം. അത് കുറെ ആയിക്കണു വിളിച്ചിട്ട്. കാരണം ആളെ ഇതിന് മുന്നേ എന്നെ വർക്കിന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ മൂപ്പരോട് പറഞ്ഞതിന് ശേഷം. ഇയാളെ എങ്ങനെ നിങ്ങൾക്ക് പരിചയം? ഈ കരുനാഗപ്പള്ളിക്കാരനായിട്ടുള്ള ആളെ എങ്ങനെ നിങ്ങൾക്ക് പരിചയം? അയാളിപ്പോ താമസിക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾ പോപ്പുലർ ഫണ്ടിന്റെ ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും രീതിയിൽ കാലത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്. ഒരു പാർട്ടിയിലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ സുന്നിയ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയ? ഒന്നിലുമില്ല. ഞാനൊരു സാധാരണക്കാരൻ. എനിക്കെന്താ വെച്ചാൽ നമുക്കത് ഇതൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ അല്ലല്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോളി. ഞാൻ ഏതെങ്കിലും സംഘടനയിലോ വരണമെങ്കിൽ അന്വേഷിക്കണ ഇപ്പൊ അവിടെ വരുമൊന്നും വേണ്ട, നമുക്ക് അറിയാലോ. പറയും. നിങ്ങൾക്ക് എന്റെ നമ്പർ ഇട്ടിട്ട് വരുന്നില്ലല്ലോ. എന്താ നമ്പറോ? നമ്പർ മാത്രമുള്ളൂ വിചാരിച്ചിട്ട്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ രണ്ടാമത്തെ ഭാര്യയായിട്ടല്ലേ അവിടെ കല്യാണം കഴിച്ച് കൂടിയിട്ടുള്ളത്? അതൊന്നും എനിക്കറിയില്ല. എന്താ കഥ? നിങ്ങളെ നാട്ടുകാരനായിട്ട് സത്യം പറയട്ടെ, അയാളെ വീട്ടിൽ കിടക്കാൻ ഞാൻ വർക്കിന് പോയിട്ടുണ്ട്. മൂപ്പരാളെ വീട്ടില് ഏതൊരു മറ്റേ ഇതിന്റെ ഡിഷിന്റെ വർക്കില്ലേ? ആയിക്കോട്ടെ. അല്ല, എന്നോട് എന്താ കാരണം എന്നറിയോ? ഞാൻ അവിടെ വർക്ക് എടുക്കുമ്പോ നമ്മള് ഉച്ച ടൈം ഉണ്ടാവൂലേ? ഉച്ച ടൈമിൽ ഇതേമാതിരി നമ്മൾ ഓരോ കൂട്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ നമ്മൾ ഹോട്ടലിനൊക്കെ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ നമ്മൾ പുറത്താണ്.
ഇങ്ങനെ എനിക്കറിയാം ഈ നാടൻ പണികൾ എടുക്കുമ്പോ നമ്മള് ഉച്ചക്ക് എനിക്കറിയാം. ഞാൻ പറയട്ടെ, ഞാൻ വളരെ ഗ്രൗണ്ട് ലെവലിൽ വിരോധമല്ല. ഞാൻ അല്ല, വിരോധം ആർക്കും ഉണ്ടെങ്കിലും എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ഹസനോട് വിരോധമല്ല. വിരോധമുള്ള എന്താ വെച്ചാൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികളിൽ സത്യമുണ്ട്. അല്ല, അയാള് പറഞ്ഞത് എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല ടോളി. പച്ച നോണയാണ് പറഞ്ഞത്. അതൊക്കെ അത് എനിക്കറിയില്ല മൂപ്പരാള്. പക്ഷെ ഈ സംഭവം ഉള്ളതാണ്. എങ്ങനെയാന്നറിയോ? ഈ പള്ളിയുടെ വർക്ക് എടുത്തപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ കൂട്ടത്തില്, എടാ നിശാൽ എങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്റെ അടുത്ത് ചോദിച്ചു. ഏത് ഇസ്ലാം മുട്ടോര അങ്ങനെ ഒരു കുഴപ്പമില്ല. എടാ ഇസ്ലാം മുട്ടോര എങ്ങനെ മതം വിട്ടവനെ കൊല്ലണം അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മദ്രസയിൽ എത്ര ക്ലാസ് വരെ പോയിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. സത്യാവസ്ഥ പറയട്ടെ. അപ്പൊ പിന്നെ നിങ്ങൾ മദ്രസയിൽ 5ാം ക്ലാസ്സിൽ എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ സംഭവം. അങ്ങനെ സംഭവം ഉണ്ടോന്ന് അറിയില്ല. അതായത് എനിക്കറിയില്ല. മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളെ കൊല്ലണമെന്നുള്ളതല്ലോ, മതം വിട്ടവനെ കൊല്ലണമെന്നല്ലേ ചോദിച്ചത്? ഹിന്ദുക്കളെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, മതം ഉപേക്ഷിച്ച ഒരാളെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമം ഉണ്ടോന്നല്ലേ ചോദിച്ചേ? മതം വിട്ടവര് അങ്ങനെ മുർത്തദ് അതന്നെ നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞത് വെച്ചിട്ടാണ് മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മതം വിട്ടവനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമം സമ്മതിച്ചേ. എന്താണ് നിങ്ങളുടെ ഇഷ്ടം പോലെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മതം വിട്ടവനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമം. ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് ഞാൻ പറയില്ല. അപ്പൊ മതം വിട്ടവനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ പറ്റി അറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അതെല്ലാം ആലോചിക്കണതേ. മറ്റേ ഇസ്ലാം മതം കേരളത്തിൽ മാത്രമല്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ മിഷാലിന്റെ എല്ലാ ഡൗട്ടും ഞാൻ തീർത്തുതരാം. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ നോക്കൂ മിഷാലെ, ഞാന് കേരളത്തിൽ ആദ്യമായിട്ട് മതവിമർശനം തുടങ്ങിയ സമയത്ത് ഇല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഒരൊറ്റ പോയിന്റാ പറയണേ. അതായത് ഞാൻ മതവിമർശനം തുടങ്ങുന്ന സമയത്ത് 2021 2020 ലാസ്റ്റില് ജൂലൈയിലൊക്കെയാണ്. അപ്പൊ ഞാൻ മതവിമർശനം തുടങ്ങി എന്റെ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് യൂട്യൂബ്. ഒറ്റ പോയിന്റ് അല്ല, ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലാക്കൂ. അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എടുത്ത തീരുമാനമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാൻ എന്റെ നമ്പർ പബ്ലിഷ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അന്ന് മുതൽ ഞാൻ എന്റെ നമ്പർ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്ല ഇത് അതൊക്കെ സമ്മതിച്ചു. നിങ്ങളിത് തുടക്കകാലത്തല്ലേ പറഞ്ഞു വെച്ചത്? ഏത് തുടക്കകാലത്ത്? ഞാൻ വലിയ ദീൻ ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ട്. വലിയ ദീൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രസന്റേഷൻ കേട്ട ആൾക്കാർ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആളെ ഇപ്പൊ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മതം വിട്ടവനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ഞാൻ ഇപ്പൊ മിഷാലിന് പാഠപുസ്തകത്തിൽ എഴുതി വെച്ചത് പൈച്ചട്ടെ. ഞാനിപ്പോ എന്റെ കുട്ടിനെ മദ്രസയിൽ ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല, ശരിയാണ്. ഞാൻ ചോദിക്കണത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കണ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ട്. എന്തുകൊണ്ട് ഇവര് വന്ന് മറ്റേ സെർച്ച് ചെയ്യണില്ല? അത് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടതാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ നിസ്കരിക്കാത്തവൻ വരെ കൊല്ലപ്പെടേണ്ടവനാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഇതിപ്പോ എന്റെ പേര് മുഹമ്മദ് നിശാൽ എന്നാ. ഞാൻ വർക്കിന് പോകുമ്പോ എനിക്കിത് ബാധിക്കില്ലേ? എങ്ങനെ മതം വിട്ടവനെ കൊല്ലണം ഇസ്ലാമിൽ നിയമമുണ്ട് എന്നുള്ളത് എങ്ങനെ മിഷാലിനെ ബാധിക്കുന്ന പറയും? അല്ല അതിപ്പോ അങ്ങനെ ഓക്കെ, ഇത് ഭാവിയിൽ മാറി വന്നു കഴിഞ്ഞാൽ മറ്റുള്ള മതക്കാരെ കൊല്ലണക്കായി തീരില്ലേ? അല്ല അങ്ങനെ ഖുർആനിൽ ഇല്ലെന്ന് വെച്ചാൽ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ സമ്മതിച്ചു. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു എനിക്കൊക്കെ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും ഇതാ ചോദിച്ചത്. അത് ആരാ ആലോചിക്കണം? ഈ 10, 12, 13 വയസ്സുള്ള കുട്ടികളെ മതം വിട്ട മനുഷ്യനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുമ്പോ ആലോചിക്കണ്ടേ? അപ്പൊ സമ്മതിച്ചു. അത് തെറ്റുണ്ടോ അതിനെ പറ്റി എനിക്കറിയില്ല. അറിയാത്ത കാര്യങ്ങൾ നിങ്ങള് പിന്നെ അത് തെളിയിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. അത് അതിനെ കുറിച്ച് പഠിച്ചവരും. അല്ല എന്റെ ചോദ്യം അതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മതം വിട്ടവരെ കൊല്ലുന്നപ്പോ ഖുർആനിലുണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിദേശ മതം വിട്ടവനെ കൊല്ലണമെന്ന് ഖുർആനിലല്ലേ നമ്മളെ കുട്ടികളെ 12ാം ക്ലാസ്സിലെ മദ്രസ പഠിപ്പിക്കുന്നത്? മദ്രസ ഖുർആനിലുണ്ടോ? ഖുർആനിലെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടാണ് ഇത് ഫിഖ് നിർദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഖുർആനിലുണ്ടോ? ഖുർആനിലും ഉണ്ട്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ്. ഖുർആനിൽ ഇപ്പൊ 5 നേരത്തെ നിസ്കാരം കാണിച്ചു തരാൻ പറ്റുമോ? നമ്മൾ ഖുർആൻ വിശ്വസിച്ചാ പോരെ? ഹദീസുകളിൽ ഇപ്പൊ ചേർത്ത് വന്നത് കുറെ ഉണ്ടാവും. അതേപോലത്തെ ഹദീസിൽ ചേർത്ത് വന്നതുണ്ട്. ഞാൻ കേക്ക് ഞാൻ ഹദീസിലത്തെ ഒരു കാര്യം ഞാൻ വിശ്വസിച്ചിട്ടില്ല. എനിക്ക് ഖുർആനിലും ഉണ്ടോന്ന് അറിയണ്ടത്. ഖുർആനിലുണ്ടോ? ഖുർആനിൽ നിസ്കാരം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളതൊരു
മറ്റേ ഇപ്പൊ നമ്മള് അപ്പൊ നിങ്ങൾ ഹദീസിൽ വിശ്വസിക്കണില്ല? എക്സസൈസ് ചെയ്യണില്ല, അത് നമ്മളൊരു പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മള്. അല്ല, ഖുർആനിലെ ഹദീസിൽ നിങ്ങൾ വിശ്വസിക്കണില്ല? ഹദീസിൽ എനിക്ക് ഫുള്ള് കാര്യങ്ങൾ വിശ്വാസമല്ല. ഖുർആനിൽ തന്നെ ഉണ്ട്, സൂറത്ത് മാഇദയിലുണ്ട്. ഇത് കേക്ക്, അത് ചിലപ്പോ അന്നത്തെ കാലഘട്ടങ്ങളിൽ സൂറത്ത് മാഇദയിലുണ്ട്. മതം വിട്ടവനെ കൊല്ലണമെന്ന് ഡയറക്റ്റ് ആയിട്ടല്ല, പക്ഷെ മതവിമർശകനെ കൊല്ലണമെന്നുണ്ട്. അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോ ഉള്ളതാവും. ആയിക്കോട്ടെ, അതെന്തിനാ നമ്മളെ നാട്ടിൽ ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കണേ? അത് എനിക്കറിയില്ല. മദ്രസയിൽ പഠിപ്പിക്കും, ഞാൻ എന്റെ കുട്ടിനെ പഠിപ്പിക്കും, ഞാൻ കേട്ടിട്ടില്ല. ഇല്ലാത്ത അങ്ങനെ ഞാൻ വിടില്ല. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ മുൻനിർത്തിയിട്ട് ഹസൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നുമല്ല. ഞാൻ എല്ലാവർക്കും ചെയ്യണം. ഇത് കേൾക്കി ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഒരു മുശ്രിക്കിനെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നു കളയുക എന്നൊരു അധ്യാപനം ഖുർആനിൽ ഇല്ലേച്ച് നിങ്ങൾ എന്താ പറയാ? അപ്പൊ അത് എനിക്കറിയില്ല. രണ്ടാം ക്ലാസ് പോയ ആൾക്ക് എങ്ങനെ അറിയാം? ഇതിന്റെ ഡൗട്ട് അതൊന്നുമല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഖുർആനിൽ ഉണ്ടെങ്കിൽ തന്നെ സമ്മതിച്ചു? എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ കൊല്ലാത്തതെന്നല്ല നിങ്ങൾ ചോദ്യം? നല്ല ചോദ്യമാണ്, ഇവിടുത്തെ നല്ല ചോദ്യമാണ്. അങ്ങനല്ല മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ലോകത്തെ പല ഭാഗത്തും ഇല്ലേ, എന്തുകൊണ്ട് ആരും കൊല്ലുന്നില്ല എന്നല്ല ചോദ്യം. കൊല്ലുന്നില്ല എന്നല്ല, ഈ പ്രവാചകനെ കൊല്ലണ അവിടെ നിൽക്കും. ഒരാളെ കൊല്ലാൻ പാടില്ല, ഈ ഉറുമ്പിനായാലും. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെയും ദ്രോഹിക്കരുത്. ഞാൻ പഠിച്ചിരിക്കണ അങ്ങനെയാണ്. ഞാൻ പറയണത് വെച്ചാൽ ഈ മറ്റേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ഇതേ പ്രവാചകനെ പിൻപറ്റി ജീവിക്കണവരല്ലേ. അവിടെ ആരെങ്കിലും മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ മതം വിട്ടവരെ എന്തെങ്കിലും ചെയ്യണ്ടോ? അതിനൊരു ഉത്തരം തരും. നിങ്ങൾ ബൈക്ക് ലോൺ എടുത്തില്ലേ? ബൈക്ക് ലോൺ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ ഒരു വണ്ടിയുടെയും ഒരു വീടിന്റെ ലോൺ എടുത്തിട്ടില്ല? ഞാൻ അടവിന് എടുത്തിട്ട പരിപാടിയല്ല. ഇല്ല. അതിന്റെ ജേസിന് വേണ്ടി വെച്ചെടുത്ത് മാത്രമേ ഉള്ളൂ. അതിന് പലിശ കൊടുത്തിരുന്നോ? അതും പലിശ ഇല്ലാതെ കിട്ടില്ലല്ലോ നമുക്ക്. അപ്പൊ പലിശ സാഹചര്യം വന്നപ്പോ വെച്ചു. പലിശ രക്ഷയില്ലാത്തോണ്ട് നിങ്ങൾ പലിശ വെച്ചു. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ, നിങ്ങളെ കൂട്ടുകാരിൽ മുസ്ലിം കൂട്ടുകാരിൽ ബൈക്ക് ലോൺ ഇട്ട് എടുത്ത ആൾക്കാരില്ലേ? അത് എനിക്കറിയില്ല. ബൈക്ക് ലോൺ നിങ്ങൾ എങ്ങനെയാണെന്നാണോ പറയണെന്തിനാ? അല്ല, നിങ്ങളെ ഫ്രണ്ട്സിൽ അടവിട്ടിട്ട് ബൈക്ക് എടുത്ത ഒരാളെ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ പരിചയമില്ല? അല്ല, ലോൺ എടുത്തിട്ടുണ്ടാവും, അത് അവരുടെ താല്പര്യങ്ങളല്ലേ. നമ്മുടെ മുസ്ലിം പേരുള്ള ആൾക്കാർ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നത്, മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നതോ, മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നതോ അല്ല, ഇസ്ലാമിൽ ഒരു നിയമം ഉണ്ടോ ഇല്ലേ എന്നതിന്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം, ലളിതമായിട്ട് പറഞ്ഞുതരാം. ഞാൻ മറ്റുള്ളവരെ കാര്യം നോക്കണ്ട. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എത്ര കല്യാണം കഴിച്ചു? ഞാൻ ഒന്ന്. ഇസ്ലാമിൽ 4 കല്യാണം വരെ കഴിച്ചൂടെ? എന്താ കൊണ്ട് കാര്യമുണ്ട്? അല്ല, കഴിച്ചൂടെ? അല്ല, അതൊക്കെ പോട്ടെ. അപ്പൊ ഇസ്ലാമിൽ ഒരു കല്യാണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിന്റെ തെളിവല്ല മിഷാല് വേറെ കല്യാണം കഴിക്കാത്തത്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അങ്ങനെയല്ല. നമ്മള് കല്യാണം കഴിക്കണത് കാരണം അത് നമ്മുടെ ഒരു പങ്കാളി, നമുക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിനെ ഡീറ്റെയിലേക്ക് പോകാനല്ല ഞാൻ പറയുന്നത്. ഒരു മുസ്ലിം ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്നതല്ല, ഇസ്ലാമിൽ ഒരു കാര്യം പ്രാമാണികമായിട്ട് ഉണ്ടോ ഇല്ലേ എന്നതിന്റെ തെളിവ്. അത് കറക്റ്റ് അല്ലേ? മുസ്ലിം എല്ലാം പഠിച്ചിട്ട് ഇപ്പൊ തെറ്റ് ചെയ്യണ ഒരു മുസ്ലിമായ വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്നതാണോ ഒരു കാര്യം ഇസ്ലാമിൽ അനുവദനീയമാണ് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവല്ലല്ലോ. അതല്ല ചോദിക്കണം. മുസ്ലിം പേരുണ്ടായിട്ട് അവര് തെറ്റ് ചെയ്യുന്ന അതിന് മറ്റുള്ള മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമില്ല. ഒരു മുസ്ലിമിനെ ഞാൻ കുറ്റം പറയില്ലല്ലോ. ഞാൻ ഏതെങ്കിലും മുസ്ലിമിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ നിങ്ങൾ ഇതിങ്ങനെ വീഡിയോ നിങ്ങൾ മൂല്യന്മാരെ പറയണതും എല്ലാം ഞാൻ പൊന്നും മിഷാലെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അപ്പൊ എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യണ അവന് പോലും ഇത് അനുഭവിച്ചു. അവിടത്തേക്ക് വരും. അവന് പോലും അല്ല, അവൻ ഇപ്പൊ എന്തെങ്കിലും കണ്ടപ്പോ ചോദിച്ചു, മതം വിട്ടവനെ കൊല്ലണം എന്നൊരു നിയമം ഇസ്ലാമിൽ ഉണ്ടോന്നാണ് നിങ്ങളെ കൂട്ടുകാരൻ ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ നിങ്ങളോട് ചോദിച്ചതെന്ന് വിചാരിക്കാം. അതിൽ നിങ്ങൾക്ക് നാണിക്കാൻ എന്താ ഉള്ളത്? അതിൽ നിയമം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയല്ലേ ഉള്ളൂ. എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതിനെന്തിനാണ് അയാളൊരു ഹിന്ദു ആയിട്ടുള്ള ഒരു സഹോദരന് ലിയാക്കത്തിനെ പോലുള്ള മുർത്തതുകളെ കൊല്ലണമെന്ന് നിയമമുണ്ടോ ഇല്ലെന്നുള്ളതിന് എന്തിനാണ് നിങ്ങൾക്ക് ടെൻഷൻ? ഒരാളെന്നല്ല, ഞാനിപ്പോ ഇങ്ങടെ ഓരോ ചോദിച്ചോട്ടെ, ആൾക്കാർ മനസ്സിലാക്കട്ടെ എന്ന്. ഇപ്പൊ ആ ചങ്ങായി ഇപ്പൊ ഒരു കൃഷ്ണൻകുട്ടിയോ ഗോപാലൻകുട്ടിയോ ആരെങ്കിലും ആണ് എന്റെ ഫ്രണ്ട് എന്ന് വിചാരിച്ചോ, ഓൻ ഇസ്ലാമിലേക്ക് വരാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഓനക്കൊരു പേടി ഉണ്ടാവൂലേ? ഇതിനകത്തോട്ട് കേറുമ്പോ സുന്നത്ത് കഴിച്ചാൽ മതി, പുറത്തോട്ട് പോയാൽ തല പോകും എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയണ്ടേ? അത് നമ്മൾ അവനോട് പറയണ്ടേ? വയനാട്ടില് ദുരന്തം ഉണ്ടായില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ വിഷയം മാറ്റി പോയല്ലേ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. മതം വിട്ടവനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് എന്ന് നമ്മളെ നാട്ടിലുള്ള ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാക്കി വെക്കണത് നല്ലതല്ലേ?
കാരണം ഇവിടെ ഇവരെയൊക്കെ മതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ദഅവ പ്രവർത്തനം നടക്കുന്നില്ലേ? ഞാൻ ആലോചിക്കുന്നത് എന്തിനപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം വിശാൽ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മുടെ നാട്ടിൽ കൂണുകൾ പോലെ ദഅവ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്ക്, മിഷാൽ പറഞ്ഞത് കേക്ക്, ഒരു കാര്യം കേക്ക്. എന്റെ ഒരു ചോദ്യത്തിന് മിഷാൽ ഉത്തരം പറഞ്ഞാൽ മതി. നമ്മളൊരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ ഒരു സാധനത്തിനെ കുറിച്ച്, ഒരു വസ്തു, ഒരു ഭക്ഷണം, എന്തിനെ കുറിച്ച്, ഒരു മരുന്നോ ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ എഫക്റ്റും സൈഡ് എഫക്റ്റും എന്ന് പറഞ്ഞ സാധനല്ലേ ഇല്ലേ? അപ്പൊ നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോ ഡോക്ടർമാര് ഇന്ന സൈഡ് എഫക്ട്സ് ഇതിന് വരാൻ സാധ്യതയുണ്ടെന്ന് പറയില്ലേ? അത് നല്ലതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാല്, നമ്മുടെ നാട്ടില് മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്താൻ വേണ്ടി പരിശീലനം കൊടുക്കുന്ന മതസംഘടനകളില്ലേ? ഞാൻ ചോദിച്ചുതരാം, ദഅവ കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ദഅവ കോളേജുകൾ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി മതപരിവർത്തനത്തിന്, അതായത് കുറച്ചുകൂടി മനസ്സിലാവണ ഭാഷ പറഞ്ഞുതരാം, എല്ലാവർക്കും മനസ്സിലാവണം. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ഞാൻ ചോദിക്കട്ടെ, പ്രബോധനം നടത്താൻ വേണ്ടി കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾ കേരളത്തിൽ നടത്തുന്നുണ്ടോ ഇല്ലേ? അതൊന്നും എനിക്കറിയില്ല. പറഞ്ഞു കേട്ടോ, ഉണ്ട്. സുന്നിക്കും മുജാഹിദിനും ജമാഅത്തെ ഇസ്ലാമിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ദഅവ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദഅവ കോളേജുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ദഅവത്ത്, അതായത് ഇസ്ലാമിന് പുറത്തുള്ള മതസമൂഹങ്ങളിലുള്ള മനുഷ്യരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ പ്രബോധനം നടത്തി അവരെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കൽ അവരുടെ മതപരമായ ബാധ്യതയായി. ഞാൻ പറയട്ടെ, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന നാട്ടിൽ ആ മതത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇസ്ലാമിനെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് സുന്നത്ത് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം, മതം ഉപേക്ഷിക്കാനെ കൊല്ലണം എന്നൊരു നിയമം കൂടി ഇസ്ലാമിലുണ്ട് എന്ന് ഈ പാവപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അതിനെപ്പറ്റി എനിക്കറിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയണത് ഇപ്പൊ ഇത് മറ്റേ എന്താണെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലണത് നമ്മുടെ അതിൽ പെട്ടതല്ല. അത് നമ്മളെ ശുദ്ധ മനസ്കത, നമ്മൾ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ, സാധാരണ മനുഷ്യർ, ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ച ആൾക്കാർക്കിടയിൽ ഒരു വർഗീയതയുമില്ല. പക്ഷെ കിതാബിലുണ്ട് മിഷാല് 2ാം ക്ലാസ് വരെ മദ്രസ പോയിട്ടുള്ളൂ. കിതാബില് എല്ലാം ഉണ്ടാവും. അത്ര ഞാനും പറഞ്ഞോളൂ. കിതാബിലുണ്ട്, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പറയണത് ഞങ്ങൾ അതിനുള്ള അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇല്ല, നിങ്ങൾ പറയണതിനുള്ള അല്ല അനുഭവിക്കുന്നത്. ഇപ്പൊ മതം വിട്ടവനെ കൊല്ലണമെന്ന് മുർത്തദ്ദായ ഒരാൾ ഇസ്ലാമിനെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ പറയുന്നത്. ഒരു മിനിറ്റ് മിഷാലെ, ഒറ്റ മിനിറ്റ്. മുഹമ്മദ് മിഷാലെ, ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് മിഷാലിനോട് ഞാൻ ചോദിക്കാണ്, അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിന് പിരിവ് കൊടുക്കുന്നത് പോലെയാണ്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു മൗലിയർ വയൽ പറഞ്ഞാൽ നിങ്ങൾ അയലോക്കത്ത് അമ്പലത്തിന്റെ പിരിവിന് വേണ്ടി വരുന്ന നിങ്ങളെ ഹിന്ദു സഹോദരൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടാന്ന് ഞാൻ ചോദിക്കണം. അങ്ങനെ പറയുന്നതാണോ? മതം വിട്ട ഒരാള് മദ്രസിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, മതം വിട്ട ഒരാൾ അയാളുടെ ഭയം സമൂഹത്തോട് പറയുന്നതാണോ പ്രശ്നം? അങ്ങനെ ഞാൻ പറഞ്ഞ ഒരാളെ കൊന്നിട്ടും അതാക്കിട്ടൊന്നും ഇസ്ലാമിലേക്കും ഒരു അത്രേ ഞാനും പറയുന്നുള്ളൂ. ഒരാശയമാണെങ്കിൽ അത് വാളെടുത്തിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും വ്യക്തിഹത്യ ചെയ്തിട്ടും അല്ല. ഏത് മതത്തിലായ എന്താ നന്മ ഉണ്ടായ പോരെ? മനുഷ്യന് നന്മ ഉണ്ടായണം, മനുഷ്യനായാ മതി. നിങ്ങൾക്ക് മതം വേണമെന്ന് വിശ്വസിക്കാം. ഞാൻ ചോദിക്കട്ടെ, എന്റെ പോയിന്റ് എത്രേ ഉള്ളൂ. ഈ പറയപ്പെടുന്ന ഹസൻ കൊണ്ട് നടക്കുന്ന ചില വ്യക്തികളും ലിയാഖത്ത് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം, അത് മാന്യമായി ഇസ്ലാമിന്റെ അന്തസ്സിന് ചേർന്നാണ് നിങ്ങൾ വിചാരിക്കണ്ടോ? ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത്, എനിക്കെതിരെ ഞാൻ സത്യസന്ധമായിട്ട് നടക്കുന്ന ഒരാളാണ്. അല്ല, എനിക്ക് എന്റെ സ്ഥലം മാറ്റി സത്യസന്ധമായി നടക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതിന് എന്തുകൊണ്ട് ഞാൻ എന്റെ സ്ഥലം മാറ്റി പറഞ്ഞില്ല? നിങ്ങൾ സ്ഥലം മാറ്റി പറഞ്ഞില്ല, പക്ഷെ നിങ്ങളെ കുറിച്ച് ഹസൻ എന്തൊക്കെ നുണ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് അല്ല, മൂപ്പര് പറഞ്ഞത് എനിക്ക് തിരക്കുണ്ടായിരുന്നു, ഒക്കെ സത്യമാണ്. പ്ലംബിങ്ങിന്റെ ജോലിയാണ് നിങ്ങൾക്ക്? എനിക്ക് രണ്ടും വർക്ക്. നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചു. പ്ലംബിങ്ങിന്റെ ജോലിക്ക് വേണ്ടി 2 ആഴ്ച പാലക്കാട് പറഞ്ഞത് നുണയല്ലേ? അതെനിക്കറിയില്ല. 2 ആഴ്ച ഞാൻ ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നു, ഒരു ദിവസം ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, നിങ്ങളോട് എനിക്ക് സംസാരിക്കണം, ഹസനോട് ആവശ്യപ്പെട്ടപ്പോ ഹസൻ എന്തിനാ നമ്പർ കൊടുക്കരുത് നിങ്ങൾ പറഞ്ഞത്? ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരാളെ ദ്രോഹിക്കേണ്ട കാര്യം കൂട്ടി നിൽക്കില്ല.
അതാരായിക്കോട്ടെ. ഹസനും സംഘവും ഇപ്പൊ എനിക്കും എന്റെ കുടുംബത്തിനെതിരെ നടത്തുന്നത് ദ്രോഹമാണെന്ന് നിങ്ങൾക്ക് അറിയോ? അങ്ങനെ ഒരാളെ കുടുംബം നമ്മൾ എടുത്തിട്ട് അല്ല, അങ്ങനെ അവർ ചെയ്യണത് ദ്രോഹമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ലേ? ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മറ്റേ വീട്ടിൽ പോയത് അതൊക്കെ മാന്യമായ അന്തസ്സുള്ള പരിപാടിയാണ്. ഞാൻ വീഡിയോയിൽ കണ്ടു വീട്ടിലേക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ആശയം എന്നെ സംബന്ധിച്ച് നോക്കൂ, ഞാൻ മിഷാലിനോട് വിളിച്ചു. മിഷാലിന്റെ അഭിപ്രായം ഞാൻ അന്ന് ഹസനോട് പറഞ്ഞത് ഒരിക്കലും ഞങ്ങളെ കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാൽ അല്ല, അത് എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമല്ല. ഞാൻ വിളിച്ച കാരണം പറഞ്ഞുതരാം. മിഷാല്, ഞാന് എന്റെ പ്രസംഗം കേട്ടിട്ട് മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് ഏതെങ്കിലും ഒരു ഹിന്ദുവിന്, ഞാൻ 100 കണക്കിന് ഹിന്ദുക്കളെ ഞാൻ പറഞ്ഞുതരാം, എന്റെ വിമർശനം കേട്ടിട്ട്, മതത്തെ കുറിച്ചുള്ള എന്റെ വിമർശനവും, മതവും മനുഷ്യരും രണ്ടാണ്, മുസ്ലിങ്ങൾ ഇസ്ലാം രണ്ടാണെന്നുള്ള എന്റെ വിശദീകരണമൊക്കെ കേട്ടിട്ട് മുസ്ലിങ്ങളോടുള്ള വെറുപ്പിൽ നിന്ന് മുക്തി നേടിയ എത്രയോ ആളുകൾ എന്നോട് നേരിട്ട് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഞാൻ നിങ്ങളുടെ മാന്യമായിട്ട് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ നല്ലൊരു വ്യക്തി. എത്രയോ ആളുകൾ ഈ ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നത് കേട്ടിട്ട് അവനവന്റെ മതത്തിനെ കുറിച്ച് ആലോചിച്ച് മതം ഉപേക്ഷിച്ച ആൾക്കാരെ, വേറെ മതക്കാരെ എനിക്കറിയാം. അപ്പൊ എന്റെ പ്രവർത്തനത്തെ കുറിച്ച് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ട്. നിങ്ങൾ ചെയ്യണ ഞങ്ങൾ അതിനെ അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് എന്റെ ചോദ്യം. ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യരോട് വെറുപ്പുള്ള, മുസ്ലിം വിരുദ്ധരായ, മുസ്ലിം വെറുപ്പുള്ളവരോട് എതിർത്തുകൊണ്ടാണ് എനിക്കിന്റെ കാര്യം നോക്കി നടന്നാൽ മതി. എനിക്കിപ്പോ 35 വയസ്സായി. അല്ല, അത് എല്ലാരും ചെയ്താൽ മതി. ഇപ്പൊ എല്ലാരും ഹസന്റെ കാര്യം നോക്കി നടന്നാൽ മതി. അപ്പൊ നമ്മള് ഹസന്റെ വീട്ടിൽ കൂടി ഇപ്പൊ നോക്കാം. ഹസൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാൻ ഞാൻ ഹസന്റെ കരുനാഗപ്പള്ളിയിലുള്ള ആദ്യ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഹസന്റെ കുറച്ച് കുറ്റം വാങ്ങി കൊണ്ടുവന്നിട്ട് കേൾപ്പിച്ചാൽ മതി? എനിക്കറിയില്ല. അല്ല, അത് മതിയോ? അതല്ലല്ലോ അതിന്റെ ഉത്തരം. ഞാൻ ഫുള്ള് വീഡിയോ കാണുന്ന എനിക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങടെ അന്നത്തെ ലൈവ് കണ്ടു. പക്ഷെ ഞങ്ങൾക്ക് വിളിച്ചിട്ട് സത്യം എന്തായിട്ട് പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ എന്തെന്നറിയോ, പിന്നെ വേണ്ട വെച്ചതാണ്. ഒന്ന് നമ്മൾ രണ്ടാളും നാട്ടുകാരാണ്. ഒന്ന് രണ്ടാമത്തെ കാര്യം, അല്ല ഞാൻ അതുകൊണ്ടല്ലേ ഇന്ന് രാവിലെ 9 മണിക്ക് നിങ്ങളെ വിളിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. 3 മണിയായപ്പോ ഞങ്ങളെ വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞ കേക്ക്, ഞാൻ സത്യസന്ധനാകൊണ്ടല്ലേ ഞാൻ എന്റെ സ്ഥലപ്പേര് കറക്റ്റായിട്ട് കൊടുത്തു. എന്തിനു മാറ്റി? അല്ല, ഇത് ഞാൻ ഈ ഒരാള് നുണ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എല്ലാ ഉടായ്പും പൊളിഞ്ഞു. അതാണ് ഇപ്പൊ ഹസന് പറ്റിയത്. നമ്മള് നുണ പറയണ്ടേ? ഇപ്പൊ ഞാൻ എന്റെ ആത്മവിശ്വാസം എന്താ ഹസൻ, ഞാൻ നോക്കൂ, അല്ല ഹസനല്ല, പിന്നെ മിഷാലെ, എന്റെ ആത്മവിശ്വാസം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നുണ പറയാറില്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് തെളിയിക്കാൻ അയാളെ വെല്ലുവിളിക്കും. അത് തെളിയിക്കാൻ അയാൾക്ക് ബാധ്യത. ഈ സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്നോട് ചോദിച്ച ചോദ്യമാണ്. ശരി, അതിൽ ഞാൻ എന്റെ വിശദീകരണം തരാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ആ ഹിന്ദു സുഹൃത്തിനെ നിങ്ങളോട് ആ ചോദ്യം ചോദിച്ച ഹിന്ദു സുഹൃത്തിനെ നിങ്ങൾക്ക് നമ്പറോ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇല്ല, നമ്പർ കാര്യങ്ങൾ കിട്ടാൻ വഴിയില്ല. ഞാൻ ആ സഹോദരനെ വെറുപ്പിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞതിൽ അയാൾ നിങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിച്ചോ? ഒരു കുഴപ്പമില്ല. അയാൾ നേരെ ഡീസന്റ് ആയിട്ട് അയാൾ കേട്ട ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചു, എന്നോട് ഉണ്ടോ ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ല. അത് കഴിഞ്ഞില്ലേ? അവിടെ നിങ്ങളെ സൗഹൃദത്തിനോ നിങ്ങളെ ബന്ധത്തിന് എന്തെങ്കിലും വിള്ളല് സംഭവിച്ചോ? ഞാൻ വിള്ളല് വരും എന്താ കാരണം? അയാൾ നിങ്ങളോട് ശത്രുത കാണിച്ചോ? അകലം കാണിച്ചോ? അല്ല, എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് അടിച്ചു. അതുണ്ടായി. നിങ്ങൾക്ക് അടിച്ച ഡൗട്ട് അല്ലേ? നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണത്. അല്ല, ഞാൻ പറഞ്ഞ എന്തൊക്കെയാ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? പലതും നടക്കണ്ടെന്ന്. അതാ ഞാൻ ഈ പറയണതേ. ഈ പരസ്പര വെറുപ്പിന് ഇപ്പൊ നോക്ക്, നമ്മളെ രാജ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് പെഹൽഗാമില് ഒരു പോയിന്റ് പറയട്ടെ. പെഹൽഗാമില് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ട് 26 മനുഷ്യരെ കൊന്നു. രക്ഷിച്ച ആളാരാ? ഒരു മിനിറ്റ് പറയട്ടെ. നമ്മൾ മതം ചെകയണ്ട. ഞാൻ പറയണത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ ഒരു വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടോ? ഇല്ലല്ലോ. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒരുമിച്ച് നിന്ന് രാജ്യത്തിന് അല്ലേ രാജ്യത്തിന് ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലേ രാജ്യത്തിന് വേണ്ടി? ഇത്തരം അതാ ഞാൻ പറഞ്ഞ. അപ്പൊ നമ്മളിവിടെ വിമർശനം നടത്തുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും സംഭവിക്കൂല. ഞാൻ പറയണത്, ഞാനിപ്പോ ഒരു ഇസ്ലാമിൽ ജനിച്ചതുകൊണ്ട് ഞാൻ എന്റെ മതത്തിനെ എങ്ങനെ തള്ളി പറയും? അല്ല, അത് നിങ്ങൾക്ക് ധർമ്മസങ്കടം ഉണ്ടാവും. ധർമ്മസങ്കടല്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ ഉപ്പാനും ഉമ്മാനും തള്ളി പറയോ? ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? ഇപ്പൊ ഹസൻ എന്നോട് ചോദിക്കാണ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഹസൻ എന്നോട് ചോദിക്കാണ്, പറഞ്ഞുതരാം. ഹസൻ എന്നോട് ചോദിക്കാണ്, ആ ഉമ്മാന്റെ ഉപ്പാന്റെയും മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഉപ്പാന്റെ ഉമ്മാന്റെയും പിന്നെ ഉദരത്തിൽ ജനിച്ചതിൽ നിനക്ക് ലജ്ജയില്ലേ? എനിക്ക് ലജ്ജയില്ല. കാരണം ഞാൻ ജനിച്ചത് എന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും ബയോളജിക്കൽ ആയിട്ടുള്ള ജീവിതത്തിലാണ്, അവരുടെ വിശ്വാസത്തിലല്ലല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അബൂ താലിബ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അബൂ താലിബ് എന്ന് പറയുന്ന പിതൃവ്യൻ മുഹമ്മദ് നബിയെ
സംരക്ഷിച്ചു പിടിച്ചു 42 അല്ല 53 വയസ്സ് വരെ, 52 വയസ്സ് വരെ, അല്ലേ? എനിക്ക് ചരിത്രം പറഞ്ഞ ചരിത്രം കുറിച്ചൊന്നും ഒന്നും അറിയില്ല. അറിയില്ല. ആ സമയത്ത് അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് കുറേശികൾ കംപ്ലൈന്റ് പറയുന്നുണ്ട്, മുഹമ്മദിനോട് ഞങ്ങളെ ദൈവങ്ങളെ കുറിച്ച് ചീത്ത പറയരുതെന്ന് ഒന്ന് പറയണം, ഓനിക്ക് ഞങ്ങൾ എന്താ വേണ്ടെങ്കിൽ സമ്മാനം കൊടുക്കാന്ന്. ഞാനേ മുഹമ്മദ് നബിനെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താ അല്ല, വെച്ചാൽ അത് ഞാൻ പറഞ്ഞത് അല്ല, നമ്മൾ കാരണം നിഷ്കളങ്കമായ സ്നേഹമാണ്. അന്നത്തെ എനിക്ക് നിങ്ങളെയൊക്കെ കാലഘട്ടങ്ങളിൽ ഫീലിങ്സ് ചിലപ്പോൾ അറിയാം. സംഭവിച്ച കാര്യങ്ങൾ ഇത് എന്നും സംഭവിക്കണമെന്നുണ്ടോ? ഇല്ല, ഞാൻ പറയണ ഇപ്പൊ എന്താണ്, മുഹമ്മദ് നബി 9 കല്യാണം കഴിച്ചു. മുഹമ്മദ് നബിനെ സ്നേഹിക്കണം, ഞാൻ 9 കഴിക്കണം അല്ല, എന്നതിനർത്ഥം അത് നിങ്ങൾ വിചാരിച്ചാലും കാര്യമില്ല. സ്നേഹിച്ചോണ്ട് നിങ്ങൾക്ക് അനുവാദമല്ല, മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണ്, നിങ്ങൾക്ക് നല്ല അനുവാദമല്ല. നിങ്ങൾക്ക് 4 പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് നാ- 4 അല്ല 40 അല്ല നാലെണ്ണല്ല, ഇനിയിപ്പോ 400 കല്യാണം കഴിക്കണം നിങ്ങൾ രണ്ടെണ്ണമാണെങ്കിൽ ഞാൻ വിചാരിച്ചാൽ, കല്യാണം കഴിക്കൂല. ഞാൻ കാരണം പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഭാര്യ 400 കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചാൽ ഇസ്ലാമിൽ വകുപ്പുണ്ട്. ഇത് അതൊന്നും അതിനോടൊന്നും ഞാൻ സപ്പോർട്ട് പറയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ ഭാര്യ ചിന്തിക്കുകയാണ് നാളെ കെട്ടണമെന്ന്. ആ, അപ്പൊ പിന്നെ അപ്പൊ ഞാൻ നിങ്ങൾ അവിടുന്ന് അവർക്കും അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അവർക്ക് അനുവാദമല്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനോടൊന്നും ഞാൻ യോജിപ്പില്ല. കാരണം എന്താ പറയുക, ജീവിതത്തിൽ ഒന്നേ വേണ്ടുള്ളൂ. അത് നേരങ്ങത്തിൽ ഒന്ന് മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഇങ്ങനെ ഏത് മതമായാലും അതിന് കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമായിട്ട് വരും. അതിന്റെ സാമൂഹ്യ നിയമങ്ങളിൽ അപാകതകൾ ഉണ്ടാവും, മാറ്റി തിരുത്തലുകൾ അല്ല, ഉണ്ടാവും, ഞാൻ കാലക്രമേണ ചോദിക്കുന്നത്, ഉണ്ടായി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ അത് കേരളത്തിൽ നിങ്ങൾ തിരുത്തണം, പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഇപ്പൊ ഈ പോകണം. ലോകത്ത് എവിടൊക്കെ കിടക്കുന്നുണ്ട് ഇസ്ലാം മതം? എവിടെയൊക്കെ ഇത് തിരുത്തപ്പെടുന്നുണ്ട്, എവിടെയൊക്കെ ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, എവിടെ രണ്ടും നോക്ക്. ഇത് കുത്തനെ കയറുന്നല്ല, എവിടെ ഇത് കീഴ്പ്പെട്ടു ഞാൻ പോകുന്നു? പറഞ്ഞുതരാം. സൗദി അറേബ്യയിലെ ആൾക്കാർ, ഇപ്പോഴത്തെ രാജാവ് ഒരു ഭാഗത്ത് അവിടെ ഇസ്ലാമിക നിയമങ്ങൾ മൊത്തത്തിൽ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ. മറുഭാഗത്ത് ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ അടുക്കള ജനലുകൾക്ക്, അടുക്കള ഭാഗത്ത് റോഡിലേക്ക്, പൊതുസ്ഥലങ്ങളിലേക്ക് ജനലുകൾ ഉണ്ടാവരുത്, അത് മൂടി വെക്കണം എന്ന് ഫത്വ ഇറക്കാണ്. കുട്ടികൾ സ്കൂളിൽ പോകരുത്. അതിനോടൊന്നും ഞാൻ ഞാൻ യോജിക്കില്ല. പറയണത് ഇത് രണ്ടും ഇസ്ലാമാണ്. ഞാൻ പറയട്ടെ, ഈ രണ്ട് ഇസ്ലാമിന്റെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് മുസ്ലിങ്ങൾ. അപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജനവിഭാഗത്തോടല്ല, ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ നമുക്ക് വിമർശനമുണ്ട്, അത് ഇനിയും ഉന്നയിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുക, നമ്മളെ നാടല്ലേ പാലക്കാട്, കുമരംപുത്തൂർക്കാരൻ മൂല്യരാണ് കോവിഡ് കാലത്ത് മതം വിട്ടവനെ കൊല്ലേണ്ടത് എങ്ങനെയാണ്, ആരാണെന്നൊക്കെ വിശദീകരിച്ച് ഓൺലൈൻ മദ്രസയിൽ ക്ലാസ് എടുത്ത് എന്റെ നാട്ടുകാരൻ കുമരംപുത്തൂർക്കാരനാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് നിയമ നടപടി എടുക്കുന്നില്ല? അത് വേറെ പോയിന്റാണ്. അല്ല, അത് നമുക്ക് ചോദിക്കാണ്ട്. അപ്പൊ എന്താ ഇവിടെ നിയമത്തിന് ഒരു വിലയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യണ്ടേ? അപ്പൊ എടുക്കണ്ടേ? കേസ് എടുക്കേണ്ടതാണ്. കേസ് എടുക്കണില്ല ഇവിടെ, അപ്പൊ കേസ് എടുക്കുന്നില്ല ഇവിടെ. മദ്രസകളിൽ പഠിപ്പിക്കുന്ന സിലബസുകളെ കുറിച്ച് ഒരു മേൽനോട്ടം ഇല്ല. ഓരോ സംഘടനകൾക്ക് തൊള്ളേ തോന്നിയ പോലെ പഠിപ്പിക്കാണ്. ഇത് സിലബസ് പരിശോധിക്കുന്നുണ്ടോ? ഈ പുസ്തകത്തിൽ എന്തൊക്കെ എഴുതി, കുട്ടികളെ നിങ്ങൾ ആലോചിച്ചൊക്കെ, മതം വിട്ട ഒരാളെ കൊല്ലണം, നിന്റെ കാക്കാന്റെ കുട്ടികളും എന്റെ പെങ്ങളെ കുട്ടികളും എന്നെ പോലുള്ള ആൾക്കാരെ കൊല്ലണം എന്ന് പഠിപ്പിക്കപ്പെടുന്നതിന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് അറിയോ? ഞാൻ എന്റെ കുട്ടി ഇപ്പൊ 2ാം ക്ലാസ് എത്തിക്കണം. ആ കുട്ടിക്ക് പഠിപ്പിക്കണം. നിങ്ങൾ നേരെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് 12ാം ക്ലാസ് ഫിഖ് എടുക്കാൻ പറയും. എന്റെ കുട്ടീനെ നേരെ പഠിപ്പിക്കുന്നതെല്ലാം ഞാൻ പഠിച്ച ആശയങ്ങൾ മാത്രമാണ്. നിങ്ങളിപ്പോ 2ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ? 2ാം ക്ലാസ് വരെ എനിക്ക് എന്താ വെച്ചാൽ മദ്രസ വിദ്യാഭ്യാസം തീരെ കയറിയില്ല, നൃത്തം ചെയ്ത്. കാരണം എന്താ വെച്ചാൽ എന്റെ ഫാദറോട് ഉണ്ടാകുന്നില്ല, ഗൾഫിലായിരുന്നു. പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങനെ മദ്രസയിൽ പോകാത്തോണ്ടൊന്നും. എനിക്ക് എന്റെ സംശയങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെയാണ് ഞാൻ പറഞ്ഞില്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇസ്ലാം മതം. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാടുണ്ട് ഫിഖ്ഹിൽ 2-ല്. അതില് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അല്ല, അതൊക്കെ മതപണ്ഡിതന്മാര് തെളിയിക്കേണ്ടതാണ്. അതിന് ഞാൻ മദ്രസയിൽ പഠിപ്പിക്കണ്ടേ. അല്ല, അത് അവര് വന്നിട്ട് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവര് നല്ല പണ്ഡിതന്മാരുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഓലൊക്കെ മാളത്തിൽ എവിടെ ഒളിച്ചിരിക്കണം. അത് മാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോ എനിക്കറിയില്ല അവരെന്ത് പേടിച്ചിട്ടാണോ, അതോ അവർക്ക് എന്തെങ്കിലും കേസ് വരും, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ധൈര്യം കാണിക്കണം മനുഷ്യന്മാർ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന ഒരു കാര്യം, എന്റെ ഉത്തരവാദിത്വം ഇത്രേ ഉള്ളൂ. എന്റെ ഉത്തരവാദിത്വം, ഞാൻ പറയുന്ന ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാണ് അല്ലേ? ഉള്ളൊരു കാര്യം ഉണ്ട് എന്ന് പറയാൻ എനിക്ക്. പക്ഷെ ഇത് നിങ്ങൾ പറയണെന്ന് ഞങ്ങളോട് ഇപ്പൊ ആ ചോദ്യം എന്നോട് ഇപ്പൊ ചോദിച്ചില്ലേ? അപ്പൊ എനിക്കുണ്ടായ ഇടങ്ങേറ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കേണ്ടതും തിരുത്തേണ്ടതും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് പകരം കൂടുതൽ കുട്ടികളെ മതം വിട്ടവനെ കൊല്ലണമെന്ന് പഠിപ്പിച്ചു കൊടുക്കല്ല ചെയ്യേണ്ടത്. ഞാൻ അവിടുന്ന് ഇങ്ങോട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. പക്ഷെ എനിക്കെന്താ നിങ്ങൾ വിളിച്ച് പറയാൻ അറിയില്ല. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട്
പിന്നെ എങ്ങനെയൊക്കെ പറയാൻ കിട്ടുക? കാരണം ഇന്നേക്കാളും പഠിപ്പും വിവരമുള്ള ആളാണ് നിങ്ങള്. അതൊക്കെ ഞാൻ സമ്മതിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് എന്റെ ഉത്തരവാദിത്തം. പക്ഷെ ഇതൊന്നല്ല കേട്ടോ, മുർത്തത്തിനെ കൊല്ലണ കാര്യമൊന്നുമല്ല മറ്റോൻ പറഞ്ഞത്. ഓൻ പറഞ്ഞത് അമുസ്ലിങ്ങളെ കാണുന്നിടത്ത് വെച്ച് കൊന്നു കളയണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അല്ല, അത് പുറത്തുവിടി. അതൊക്കെ ഓൾറെഡി പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോ നീ എന്നോട് സംസാരിക്കുന്ന പോലെയല്ല ഓൻ പറഞ്ഞത്. അവനൊരു പക്കാ നുണയനായതുകൊണ്ടാണ് അവനോട് ആ അർത്ഥത്തിൽ സംസാരിക്കുന്നതും. ഞാൻ ഹസനോട് സംസാരിക്കുന്ന പോലെ അല്ല എന്നോട് സംസാരിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവുണ്ടല്ലോ. അതിലേക്ക് നമ്മള് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാ, എങ്ങനെയായാലും നമ്മുടെ ശത്രുക്കളായാലും നമ്മൾ ഡീസന്റ് ആയിട്ട് പെരുമാറണം. കാരണം ഞാനൊക്കെ ആദ്യം എങ്ങനെയാണെന്നറിയോ, ഒന്ന് പറഞ്ഞ രണ്ടാത്തിന് ചൂടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഏതെങ്കിലും പ്രസംഗത്തിലോ സംസാരത്തിലോ ഞാൻ മുസ്ലിങ്ങളോട് ഒരു വെറുപ്പ് വെച്ച് പുലർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. കാരണം എന്താ വെച്ചാൽ അവരടുത്ത് വരുന്ന തെറ്റെന്താണെന്നറിയോ, അവർ വിളിക്കണവരൊക്കെ ഫുള്ള് വയലന്റ് ആയിട്ടാണ് വിളിക്കുന്നത്. അതാണ് അവരുടെ പ്രശ്നം. എന്തിനിങ്ങനെ വയലന്റ് ആവണതാണ് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത്. ആവശ്യമില്ല. കാരണം നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, ഞാൻ എന്താ വെച്ചാല് ഹസൻ ഒരു ഫ്രോഡ് ഗെയിമിലാണ്. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞോണ്ടാണെങ്കിൽ പ്രശ്നമല്ല, അറിയാതെ നിങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാളി എന്ന് പറയാൻ വേണ്ടി മാത്രം നിങ്ങളെ വിളിച്ചതാണ്. കാരണം ഇതിന് പിന്നിൽ വേറൊരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആശയപരമായിട്ട് നേരിടാം. വിഷയപരമായിട്ട് നേരിടണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഒരു മേശക്ക് ചുറ്റും ഇരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ സംസാരിക്കാം. മറ്റേ ഇപ്പോ നിങ്ങൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഇതായിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ കുടുംബക്കാർക്ക് വരാത്തത്? അത് സിമ്പിൾ ആണ് സുഹൃത്തെ. ഒരാളുടെ ആശയം എന്ന് പറയുന്നത് ഒരാളുടെ ബോധ്യമാണ്. ഇപ്പൊ മുഹമ്മദ് നബി, ഇപ്പൊ നിങ്ങളെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞുതരാം. മുഹമ്മദ് നബി 13 കൊല്ലം സ്വന്തം കുടുംബക്കാർക്കിടയിൽ ഞാൻ പറഞ്ഞുതരാം, അവർക്ക് മുൻപരിചയമുള്ള അള്ളാഹുവിനെ അവരുടെ ദൈവവിശ്വാസ സങ്കല്പത്തിന്റെ ഭാഗമായിരുന്ന അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അൽ അമീൻ എന്ന് ഖ്യാതി നേടിയെന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് നബി പറഞ്ഞിട്ട് ഒരു നുണ പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്നല്ലേ മുഹമ്മദ് നബിനെ കുറിച്ച്? അല്ല, മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഖുർആൻ അവതരിച്ചിട്ടും അവിടെ ചന്ദ്രനെ പിളർത്തിയിട്ടും എല്ലാം കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾ മുഹമ്മദ് നബിയുടെ ഇസ്ലാം സ്വീകരിച്ച എത്ര പേരുണ്ടെന്ന് അറിയോ? പിന്നെ നമ്മള് ഇസ്ലാമിനെ പോലെ ഇത്രയും നല്ല ഡീസന്റ് ആയിട്ടും ഒക്കെ നടന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു കുടുംബക്കാരും വിശ്വസിക്കും? എന്തിനു വിശ്വസിക്കണേ? അപ്പൊ നിങ്ങൾ പറയുന്ന ആശയങ്ങളെ, ഞാൻ പറയുന്ന ആശയങ്ങൾ അവരെങ്ങനെ മനസ്സിലാക്കണമെന്ന് ഇപ്പൊ നമുക്ക് അറിയില്ലല്ലോ. അതായത് ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് വിശ്വാസം എങ്ങനെ നിങ്ങളുടെ കാലദേശം മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ഞാൻ ആൾക്കാരെ മതം മാറ്റം നടക്കണില്ല. ഞാൻ ഏതെങ്കിലും ഒരാളോട് നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് കേൾക്കണോ? ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന കാരണം നിങ്ങളോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു കേൾക്കാറില്ല. ഞാൻ പറയില്ല, കാരണം ഞാൻ മതം മാറ്റം നടക്കുന്ന ആളല്ല. ഞാൻ ഈ ഒരു മതത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അവകാശവാദങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇനി നിങ്ങൾ ആരോടെങ്കിലും, ഇപ്പൊ നിങ്ങളെ ഹസനോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റേ ഈ ഹിന്ദു സുഹൃത്തോ ഇനി ഒരു സുഹൃത്തോ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് മതം വിട്ടവനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പിച്ച് പറയണം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന മദ്രസ. ഞാൻ പറയട്ടെ പ്ലീസ്, ഞാൻ പറയട്ടെ 12ാം ക്ലാസ്സിലെ ഫിഖ് ഇപ്പോഴും പ്രചാരത്തിലുള്ള ഫിഖിന്റെ അദ്ദർസ് സമാനി അഷറ ഈ പുസ്തകത്തിൽ അതിനൊന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം വെച്ചാൽ അതിനൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയാം, ഒരു പാഠത്തിന്റെ പേരാണ് റിദ്ദത്ത്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവര് മറ്റേ നിയമപരമായിട്ട് നേരിടുക. അല്ല, അത് നിയമപരമായിട്ട് നേരിടേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിയമപരമായിട്ട് നേരിടില്ല എന്ന് എന്റെ ചോദ്യം വരുന്നത്. അത് നേരിടുന്ന കാര്യങ്ങൾ വരും. ഇപ്പൊ ഇതുവരെ പഠിപ്പിക്കുന്നതല്ലേ, ആശയങ്ങൾ പഠിപ്പിക്കുന്നതല്ലേ. നമ്മുടെ വീട്ടില് മറ്റേ ഒരു സിഗരറ്റും കുറ്റി കൊടുന്ന് വെച്ചാൽ അറിയണ കാലത്ത് ഇതൊക്കെ പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞ അത് കഴിയുമ്പോ എനിക്ക് ഇതിന്റെ ഇപ്പൊ ഞാൻ അത് കേക്ക് ഇപ്പൊ ഞാൻ എന്റെ പോക്കറ്റില് ഒരു ആൻസ് വെച്ചാൽ മതി, എന്റെ പോണായിക്ക് പോലീസ് പിടിച്ചാ കിട്ടില്ലേ? അത്രയും സിമ്പിൾ ആണ് ഇപ്പൊ. അത്രയും ടെക്നോളജി ഉള്ള നാട്ടില് നമ്മൾ എന്തൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഒരു പാഠമുണ്ട് എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും പെട്ടെന്ന് നിന്റെ നമ്പർ എങ്ങനെ കിട്ടി? നമ്മൾ ഇങ്ങനെയൊക്കെ എത്ര റിസ്ക് എടുത്ത ജീവിതം ജീവിക്കുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കൈകാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഒരു നമ്മൾക്ക് ചുറ്റും ഉണ്ടാവും അറിയാലോ. മനസ്സിലായി. ഈ കോതർശി കിടക്കണ സാധാ ഇപ്പൊ നിങ്ങൾക്കൊക്കെ അത്ര മറ്റേ പിടിപാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കോതർശി കിടക്കണ എന്റെ നമ്പർ എങ്ങനെ കിട്ടി? അത്ര പോലും പണിയില്ലല്ലോ, അത് പോയി ചെക്ക് ചെയ്തൂടെ?
നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മദ്രസ ഉസ്താദിനോട് ചോദിക്കുക, എന്തിനാണ് ഉസ്താദെ നമ്മൾ ഈ 12-13 വയസ്സുള്ള കുട്ടീനെ ഇങ്ങനെയൊക്കെ കാട്ടുന്ന തെറ്റിന് ഞാൻ ഉത്തരവാദിയല്ല. എന്തിനാണ് ഇങ്ങനെ കൊല്ലണേ? അതിന് ഉസ്താദ്മാര് കാട്ടുന്നത് ഞാൻ ഉത്തരവാദിയല്ല. കാരണം എന്താ വെച്ചാൽ ഒരു മുസ്ലിം വ്യക്തി ഒരാളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ മനസ്സിലായി ഇസ്ലാമും അല്ല മുസ്ലിമും അല്ല, ഒരു മതവിശ്വാസി തന്നെ അല്ല, അവരൊരു കാട്ടാളിയായിട്ടേ കൂട്ടാൻ പറ്റും. ഇപ്പൊ ഇനിയിപ്പോ നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല, നിങ്ങളുടെ അതിൽ പെട്ടവര്. കാരണം എന്താ വെച്ചാൽ നിങ്ങളും ചീണ്ടെന്നല്ല ഞാൻ പറയണത്. അവനൊക്കെ ഭീകരവാദത്തിലേ പെടുത്താൻ പറ്റുള്ളൂ. ആ ഭീകരവാദത്തിൽ പെടുത്തണമെങ്കിൽ നമ്മളെ കേരളത്തിലെ സമസ്തനപ്പെടുത്തേണ്ടിരുന്ന്. ഞാൻ പറഞ്ഞ ഞാൻ പറയട്ടെ, നിങ്ങൾ മദ്രസയിൽ പഠിച്ച ആളല്ലേ? 2ാം ക്ലാസ് സ്കൂളിൽ എന്തായാലും പോയതല്ലേ? സ്കൂളിൽ പോയതാണ്. സ്കൂളിൽ പോയിട്ട് നമുക്കൊരു പാഠഭാഗം പഠിപ്പിച്ചു തന്നിട്ട് അതിന്റെ ഏറ്റവും അവസാനം ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കൂലേ? ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് മാ യജിബു അലൽ മുർത്തദി എന്ന് പറഞ്ഞിട്ട് 19ാമത്തെ വേറെ പാടുണ്ട്. മുർത്തദിന്റെ മേൽ നിർബന്ധം എന്താണ് എന്നുള്ളത്. അങ്ങനെ മദ്രസയിലത്തെ കാര്യങ്ങൾക്ക് ഞങ്ങളല്ല ഇടപെടേണ്ടത്. അത് ഒന്നില്ലെങ്കിൽ പണ്ഡിതന്മാരെ തെളിയിക്കുക, അല്ലെങ്കിൽ അല്ലാതുണ്ട് പഠിപ്പിക്കുന്നുണ്ടോന്ന്. അപ്പൊ ഇനി നിങ്ങളോട് ആരെങ്കിലും മുർത്തദിനെ കൊല്ലണം എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ഉണ്ട്, നമ്മള് സമസ്തയില് മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടെ, അപ്പൊ നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ ചിലപ്പോ പറയില്ലേ അന്നെ തച്ചാണ് കൊല്ലുന്നൊക്കെ പറയില്ലേ? അവരെ കൊല്ലണം അല്ലല്ല. അത് ചിലപ്പോ അന്നത്തെ കാലത്ത് ഒരു വാത്സല്യം പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ എന്ത് തലവെട്ടി കളയണതോ? അല്ല, അത്രയും കാലം അവിടെ മതത്തിൽ നിന്നിട്ട് പോകുമ്പോ ഒരു ഇടങ്ങേറുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയില്ല കേട്ടോ, സത്യാവസ്ഥ അറിയാതെ നമ്മൾ പറയാൻ പറ്റൂല. പിന്നെ ഞാൻ ഇസ്ലാം മതം പഠിച്ച് എങ്ങനെ റൂട്ടമല്ല, ഒരു മിനിറ്റ്. ഞാൻ എന്റെ മതത്തെ ഞാൻ വിശ്വസിക്കുന്നത് മാതാപിതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം. അതിനർത്ഥം എന്താ? കാലടി മാന്തിയാക്കണമെന്ന് അല്ല. അവരെ ഞാൻ വായിച്ച അർത്ഥം വെക്കണേന് പിന്നെ കുടുംബ ബന്ധങ്ങള് അങ്ങനെ ആലങ്കാരികമായിട്ടല്ല. മാ യജിബു അലൽ മുർത്തദി പറഞ്ഞാൽ മുർത്തദിന്റെ മേൽ വാജിബായ കാര്യം എന്താണെന്ന്. നല്ല കാര്യങ്ങൾ ഇഷ്ടംപോലെ. അതായിക്കോട്ടെ, നല്ല കാര്യങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഞാൻ ചോദിച്ചു, യജിബു അലൽ ഇമാമി ഔ നാഇബിഹി അൻ യഉമുറു ബിൽ ഔദി ഇലൽ ഇസ്ലാമി ഫൈദ അസ്ലമ സഹൻ ഇസ്ലാമുഹു വതുരീക. ഞാൻ വായിച്ചേരാം, ഞാൻ പറഞ്ഞേരങ്ങക്കെ. ഞാനേ നിസ്കാരം തന്നെ ശരിക്കും പഠിച്ചേക്കെന്ന് വെച്ചാ ഞാൻ പറഞ്ഞൊന്ന് വായിച്ചു. ഇതിന് തെളിവായിട്ട്, അതായത് ഒരാള് മുർത്തദായാല് അയാളെ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ഇമാമ് അല്ലെങ്കിൽ അതിന് അധികാരപ്പെടുത്തിയ ആള് ആവശ്യപ്പെടണം. തൗബ ചെയ്ത് മടങ്ങി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടണം. അതനുസരിച്ചാലോ ഓക്കെ. അതനുസരിച്ചില്ലെങ്കിൽ ഒരു മിനിറ്റ്, അതനുസരിച്ചില്ലെങ്കിൽ അവനെ കൊന്നു കളയണം, അവനെ കൊല്ലണം. ഇസ്ലാം ഭരണമുള്ള രാജ്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ ഞാൻ പറയുന്ന ഭാഗം, ഞാൻ പറയുന്ന നിയമഭാഗങ്ങൾ കേട്ടോളി. അതായത് അത് മനസ്സിലായി നിങ്ങൾ. ഇവിടുത്തെ നിയമമല്ലല്ലോ, ഞാൻ ഇന്ത്യയിലെ നിയമമല്ല പറയണേ, ഇസ്ലാമിലെ നിയമമാണ് പറയണത്. അത് ഇവിടെ എങ്ങനെ നടപ്പിലാകുക? ഇസ്ലാമിൽ അധികാരം കിട്ടിയാൽ നടപ്പിലാവുള്ളൂ. പൂർണ്ണാധികാരം കിട്ടിയാൽ നടപ്പിലാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല? നടക്കും. ഈ രീതിയിൽ കേസ് അവിടെ ഫ്രെയിം ചെയ്താൽ കൊല്ലും. ഇതിന് മുന്നേ ഇപ്പൊ സൗദി അറേബ്യയിൽ വധശിക്ഷ ഇളവ് ചെയ്തിട്ടുണ്ട്. ശിക്ഷ തെറ്റി ഇതുവരെ 25 കൊല്ലം ഗൾഫിലുണ്ടായിരുന്നാണ് മൂപ്പര് പറഞ്ഞ കട്ടവന് ഇതേമാതിരി വല്ല പെണ്ണു കേസിൽ പിടിച്ചവന് മാത്രമേ അവിടെ. അത് അവര് ചെയ്യാത്തതാണ്, നിയമം നടപ്പിലാക്കാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാ? കാരണം അവിടെ ഇസ്ലാമിക ഞാൻ പറയണ കേക്ക്. ഞാൻ പറയണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എടുത്തോ. പിന്നെ പേടിക്കേണ്ട ബിലാ ഇംഹാലി എന്ന് പറഞ്ഞാൽ താമസം വിന അവനെ കൊല്ലണം എന്നാണ് അർത്ഥം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് തെളിവ് മദ്രസ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹു. ബുഖാരിയിലുള്ള ഹദീസാണല്ലോ. ആരെങ്കിലും ഒരാള് അവന്റെ മതം മാറിയാൽ അവനെ കൊല്ലണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മതം മാറിയാൽ അവനെ കൊല്ലണം. ഈ നൂറ്റാണ്ടിൽ ഇപ്പോ ഇസ്ലാം ഭരണം നടക്കുന്ന സ്ഥലങ്ങൾ അതല്ല നമ്മളെ ചോദ്യം. 2025 നമ്മളെ കുട്ടികളെ മദ്രസയിൽ, നിങ്ങൾ ഇന്ത്യൻ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠഭാഗമാണിത്.
ഇത് ഞാൻ വിമർശിച്ചാൽ തെറ്റാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിർത്താൻ ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങാം. ഞങ്ങൾക്ക് അതിന്റെ ഫോട്ടോ ഇപ്പൊ അതിന്റെ ഫോട്ടോ അങ്ങനെ ഒരിക്കലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ കിതാബിന്റെ ഫ്രണ്ട് പേജും അതിന്റെ ആ പാഠഭാഗവും നിങ്ങൾക്ക് അയച്ചുതരാം. ഉസ്താദ് ഇത് ശരിക്കും ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അതോ ഈ എക്സ് മുസ്ലിങ്ങൾ നുണ പറയാണോ? നിങ്ങൾ ഉസ്താദിനോടും ചോദിച്ചാളി. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പഠിപ്പിക്കാൻ പാടില്ല. അത് ചോദിച്ചോളി, അത് ചോദിക്കും. അപ്പൊ എന്തായാലും ശരി, നിങ്ങൾ വേറെ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് യാതൊരു വിരോധമല്ല. കാരണം എന്താ അല്ലേ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ ഇസ്ലാം ഭരണം നടക്കുന്ന സ്ഥലത്ത് പോലും ഇങ്ങനെ സംഭവിക്കണില്ലല്ലോ, പിന്നെന്താ പേടിക്കേണ്ട ആവശ്യം? ആയിക്കോട്ടെ, ഞാൻ ഇന്ന് നിങ്ങളെ വീഡിയോ നിങ്ങളും മറ്റവനും കൂടി ഇരുന്നുള്ള വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ അത് ഇനിയിപ്പോ വലിയ പ്രസക്തി അതിനില്ല, എന്നാലും ചെറിയ രീതിയിൽ അത് പറയണം. ഇന്നെ വിളിച്ചത് സംഭവം ഞാൻ പറഞ്ഞേക്കാം, അവരെ വീട്ടിൽ ഞാൻ ഡിഷിന്റെ വർക്കൊക്കെ ചെയ്ത് കൊടുത്തുള്ള ആളാണ്, ഈ ഇതിന്റെ വയറിങ്ങിന്റെ വർക്കൊക്കെ. അപ്പൊ എനിക്ക് അറിയാം നിങ്ങൾ ഇപ്പൊ പ്ലംബിംഗ് അല്ല മെയിൻ ആയിട്ട് ചെയ്യണമെന്നുള്ളത്. അല്ല രണ്ടുപേർക്കും ഉണ്ട്. ഞാൻ നിങ്ങളുടെ മാതിരി എല്ലാ മേഖലയിലുള്ള ആളാണ്. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാം പഠിക്കുമ്പോഴല്ലേ കൂടുതൽ അറിവുണ്ടാകുക. വെറുതെ നമ്മളിപ്പോ ഭൂമിക്ക് വരായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. നടക്കട്ടെ. എല്ലാ നമ്മള് രാഷ്ട്രീയം പഠിക്കണം. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് നിങ്ങൾ അവിടെ പോകാൻ കാരണം എന്താ പെട്ടെന്ന്? ഇവിടെ അടുത്തല്ലേ? എന്താ മൂപ്പര് എവിടെ സ്ഥലം പറഞ്ഞു? മൂപ്പര് കോതകുറിശി തന്നെയാ പറഞ്ഞത്. അതന്നെ നിങ്ങളെ കോതകുറിശി. എനിക്ക് കാരണം ഈ ആളെ ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്ത് വിളിക്കുമ്പോ മൂപ്പരാൾ എനിക്ക് മറ്റേ 2 കൊല്ലം മുന്നേ എന്തോ ഒരു വർക്കിന് വേണ്ടിട്ട് മെസ്സേജ് അയച്ച ഇതുണ്ടായിരുന്നു വാട്സാപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങളാണ് ഇതിലേ പറഞ്ഞു. ഞാൻ മൂപ്പരടുത്ത് അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഈ പാക്കോട് ഭാഗത്ത് എവിടെയല്ലേ? പാലക്കോട് പാലക്കോട് ഭാഗത്ത്. എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല കേട്ടോ. കാരണം എനിക്ക് നിങ്ങളോട് വിഷമമൊന്നുമില്ല. കാരണം ഞാൻ വിളിച്ചത് എന്താ വെച്ചാല്, പുറത്തുകൂടെ നടക്കണ ഞങ്ങളെ വിളിച്ചത് എന്തിനാന്ന് വെച്ചാല്, ഈ പറയപ്പെടുന്ന ഒരാള് ഇപ്പൊ നിങ്ങൾ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു സാധാരണ വിശ്വാസിയാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ എന്റെ വിശ്വാസം എങ്ങനെയാണെന്നറിയോ ഞാൻ വിശ്വസിക്കുന്നത്? അല്ല വീട്ടില് കണ്ടില്ലേ സംസം വെള്ളത്തിന്റെ മറ്റേ ഉറവിടം ഇതുവരെ വച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താന്ന് പറഞ്ഞ ഫിൽട്ടറിംഗ് ആണ് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ സൗദി അറേബ്യയുടെ അത് അതിന്റെ വെബ്സൈറ്റിൽ ഗവൺമെന്റ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇങ്ങനെ ഒരു കിണറുണ്ടാകും, ഇതിങ്ങനെ ഫിൽറ്ററിംഗ് ചെയ്താൽ മതി. സഹോദര, അതിലൊരു അത്ഭുതമല്ല. ഞാനൊരു പ്ലംബർ അല്ലേ, എനിക്ക് അത്യാവശ്യം ചിന്തിച്ചാൽ കിട്ടൂലേ? കിട്ടും. ഞാൻ ചോദിക്കണം, 5 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഫിൽട്രേഷൻ പ്ലാന്റിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവിടുന്ന് വെള്ളം സപ്ലൈ കൊടുക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ പ്രവാചകൻ എങ്ങനെ പറഞ്ഞു വെച്ചു? എന്ത് പറഞ്ഞു? അത് അവിടെ ഉള്ളതാണ് ഈ പ്രവാചകന്റെ കാലത്തെ. അല്ല അന്നത്തെ കാലത്ത് അപ്പൊ ഫിൽറ്ററിംഗ് ഉണ്ടായിരുന്നു. ആ കിണർ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ആരപ്പോ ഒരു കിണറിന്ന് വെള്ളം ഒരു എത്ര പറ്റും? ഞാനിപ്പോ എന്റെ ജ്യേഷ്ഠനോട് കിണർ കുത്തുണ്ട്, എന്തുകൊണ്ട് വെള്ളം കിട്ടുന്നില്ല? ഏതിൽ വെള്ളം കിട്ടുന്നില്ല? വെള്ളം പറ്റാത്ത കിണർ എത്ര നമ്മളെ നാട്ടിലുണ്ട്? മരുഭൂമിയിൽ പറ്റാത്ത കിണറുകൾ. ഫീൽഡ് ഞങ്ങൾക്ക് അറിയില്ല. 650-700 അടി വരെ. ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഭൂഗർഭ ജലത്തിന്റെ വിധാനവും അതിന്റെ ഒഴുക്കും അതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ, അതൊരു പ്രകൃതി പ്രതിഭാസമാണ്. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറാണ്. ഞാൻ പറഞ്ഞെന്തറിയോ, ഞാൻ പറയണത് 3 ലക്ഷം കിലോ. എങ്ങനെ കടൽ വെള്ളം ഫിൽട്ടർ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ വെള്ളത്തിന്റെ പമ്പിങ് എത്രയോ ലക്ഷം, എത്ര അടി താഴ്ചയിലെത്തുമ്പോ അത് സ്റ്റോപ്പ് ചെയ്യും. അതായത് വെള്ളം കുറഞ്ഞു ഒരു നിലവാരത്തിലേക്ക് വെള്ളം കയറി പോകുന്ന പറയട്ടെ സുഹൃത്തെ, നിലവാരത്തിലേക്ക് താഴുമ്പോ അവിടെ അത് ഡിജിറ്റലി മോണിറ്റർ ചെയ്ത് പമ്പിങ് സ്റ്റോപ്പ് ചെയ്യും. എവിടുന്ന്? അവിടെ മക്കത്ത്. അത് സൗദി അറേബ്യയുടെ വെബ്സൈറ്റിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം എവിടുന്ന് വരുന്നു എന്നൊക്കെ അതിനകത്ത് ഉണ്ട്. അതല്ലേ പറഞ്ഞത്? അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രവാചകൻ എങ്ങനെ അറിഞ്ഞു അങ്ങനത്തെ? എന്ത് ഇത്രയും പുണ്യമായ വെള്ളം ആവണ്ടല്ലോ ആൾക്കാർ അങ്ങോട്ട് പോണത്? എന്ത് പുണ്യം? അത് പുണ്യമായ വെള്ളം എന്തിനാണ് പിന്നെ മോട്ടറൈസ് ചെയ്ത് മെക്കനൈസ് ചെയ്ത് കെമിക്കൽ ചേർത്ത് ഫിൽട്ടർ ചെയ്യണത്? ഇന്നത്തെ കാലത്തല്ലേ? അപ്പൊ കഴിഞ്ഞില്ലേ അതിന്റെ പുണ്യം? അല്ല അത് ഇന്നത്തെ കാലത്തല്ലേ? അതന്നെ ഇന്നത്തെ കാലത്ത്. ഞാൻ ചോദിക്കണത്, നമ്മളിവിടെ വെള്ളം അശുദ്ധിയാക്കാൻ നമ്മളെ ഈ പ്യൂരിഫയറിലൊക്കെ ഉപയോഗിക്കുന്ന തരം ഫിൽട്രേഷൻ, വാട്ടർ ഫിൽറ്ററിംഗ് ഞാൻ ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പൊ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വെള്ളത്തിനകത്ത് പ്രശ്നം വരുന്നോണ്ടല്ലേ? അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ ആ വീട്ടുകാർ വെച്ചവർക്ക് അറിയാൻ പറ്റുമോ? അതിന്റെ അതൊക്കെ വെള്ളമൊന്നും ഒരു മഹാത്ഭുതമല്ല. മഹാത്ഭുതം പിടിക്കുക. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ കടൽ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് പമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം വെള്ളം ഫിൽട്ടർ ചെയ്ത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ കണ്ട ഡാം കെട്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ മനസ്സിലാക്കുക, നമുക്ക് സംസം വെള്ളം എന്ന പേരിൽ തരുന്നത് സംസം കിണറിലെ വെള്ളമാണ് എന്നതിന് യാതൊരു ഉറപ്പില്ല. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. 20 വർഷം മുന്നുള്ള പമ്പ് ചെയ്തിട്ട് 5 കിലോമീറ്റർ ദൂരെയുള്ള ഫിൽട്രേഷൻ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്നാണ് ഔട്ട് കൊടുക്കുന്നത്. 20 വർഷം മുന്നേ പഴക്കമുള്ള വെള്ളം ഇരിക്കുന്നുണ്ട്. നമ്മള് സാധാ നമ്മുടെ കിണറ്റിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത വെള്ളം വെച്ചാൽ പോലും അത് ഒരു മാസം കഴിഞ്ഞാൽ ഒരു കളർ മാറ്റം വരും. അതെന്തുകൊണ്ടാ? സംസം വെള്ളത്തിന് വരുന്നില്ലല്ലോ. ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാ?
അതാ പറയാ, അതാണ് ഫിൽട്രേഷൻ അതാണ് ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പുണ്യം. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേടെന്ന ദുർഗന്ധം വന്ന സംസം വെള്ളം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ദുർഗന്ധമുള്ള പഴകിയ സംസം വെള്ളം. 20 വർഷം മുന്നേ പഴക്കമുള്ള വെള്ളം ഇരിക്കുന്നുണ്ട്. ആ അതെന്തുകൊണ്ട് ഇരിക്കണേ? ഈ ഫിൽറ്റർ ചെയ്ത വെള്ളം ഞാൻ അത് പരീക്ഷിച്ച് നോക്കിയതാണ്. എന്ത് ഫിൽറ്ററിങ് ചെയ്തിട്ട് ഈ വെള്ളം ഞാൻ വെച്ചു. 20 കൊല്ലം മുമ്പൊക്കെ അവിടെ ഫിൽട്രേഷൻ ഉണ്ട് സുഹൃത്തെ. 20 കൊല്ലം മുന്നുള്ള ഫിൽറ്റർ ചെയ്ത വെള്ളം ഇത്രയും കാലം എങ്ങനെ നിന്നു എന്റെ ചോദ്യം. ഫിൽറ്റർ ചെയ്ത വെള്ളം അക്വഗാർഡിന്റെ ഫിൽട്രേഷനൊക്കെ അതൊക്കെ എന്താ നമുക്ക് 10 കൊല്ലം 2 മാസം 3 മാസമൊക്കെ 2 മാസമൊക്കെ ഷെൽഫിലിരിക്കുന്ന തക്കാളിയുള്ള കാലാണ്. 2 മാസം എവിടെ? 2 നിങ്ങൾ കേരളത്തിൽ അല്ല, തക്കാളിയുടെ കാര്യം പറയാം. തക്കാളി തൊലി പൊളിയാതെ 2 മാസം വരെ ഷെൽഫിൽ ഇരിക്കാൻ പറ്റുന്ന തക്കാളി ഉണ്ടാക്കുന്ന കാലാണിത്. 20 വർഷം പഴക്കമുള്ള വെള്ളമാണ് ഇരിക്കുന്നത്. 20 വർഷം പഴക്കമുള്ളത്. നിങ്ങളൊന്ന് എടുത്തിട്ട് ഒന്ന് അടുത്ത ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. വെള്ളം ടെസ്റ്റ് ചെയ്യണ ലാബിൽ കൊണ്ടുപോയിട്ട്. ലാബിൽ കൊണ്ടുപോയാൽ ഒരു കളർ മാറ്റം ഉണ്ടാവില്ലേ? കളർ മാറ്റാണോ? കളറോ മണമോ രുചിയോ മാറിയ പോരെ? ഒന്നും മാറിയിട്ടില്ല. നമുക്കൊന്ന് പരീക്ഷിച്ച് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ചെലവ് ഞാൻ എടുത്തോളാം. ഈ കേരളത്തിലുള്ള വീട്ടുകളിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോ 20 ഒന്നും ആവില്ല. നിങ്ങൾ പറഞ്ഞ 20 കൊല്ലം പഴക്കമുള്ള അത് എങ്ങനെ നമ്മളെ നാട്ടിൽ എങ്ങനെ ഞാൻ പറയട്ടെ വിശാലെ, നമ്മളിപ്പോ ഒരു കാര്യത്തിൽ അത്ഭുതം പ്ലാൻ ചെയ്ത അത്ഭുതം ഉണ്ടാക്കാം. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് 20 കൊല്ലം പഴക്കമുള്ള സംസം വെള്ളം ഇന്നത്തെ കാലത്ത് സൂക്ഷിച്ചു വെക്കണേ? കൊല്ലം ആജിയമാര് കൊട്ടക്കണക്കിന് കൊണ്ടുവരുന്ന സാധനമാണ്. രണ്ടാമത്തത്, നമ്മളെ നാട്ടില് എന്റെ വീട്ടിലൊക്കെ സംസം വെള്ളം എങ്ങനെ സൂക്ഷിച്ചത് എനിക്കറിയാം. ആവശ്യം വരുമ്പോ എടുക്കും, ബാക്കി അതിൽ ഫില്ല് ചെയ്ത് വെക്കും, പിന്നെ അതിന് കുറച്ചെടുക്കും, പിന്നെ അതിൽ ഫില്ല് ചെയ്ത് വെക്കും, അങ്ങനെ എടുത്തു വെക്കണേ. എന്റെ വീട്ടിൽ നിന്ന് കൊല്ലം ഗൾഫിലേക്ക് പോകാളുണ്ട്. ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ആവശ്യത്തിന് എടുക്കും, ബാക്കി വെള്ളം അതിലകത്ത് മിക്സ് ചെയ്ത് വെക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഗൾഫിലേക്ക് പോയിട്ടല്ല. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ അത്ഭുതത്തിലിരിക്കും കുറച്ചാലും കൂടി. അതല്ല, ഇതിന് ക്ലിയർ ചെയ്തിട്ട് പോയി. എന്താണ് പറയണ്ടത്? ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ നോക്കിക്കോ. സംസം വെള്ളത്തിന്റെ സംസം എന്ന മഹാത്ഭുതം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എന്തിനാ അത്ര മറ്റേ കുടിവെള്ളത്തിനൊക്കെ വേണ്ടി ഇത്ര ഡാമുകളും ഇതൊക്കെ കെട്ടണ്ടാവും? നമുക്ക് കടലുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത് ഇത് എല്ലാ തരത്തിലും സാധ്യമാണ്. ഞാൻ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചത്, അതായത് മരുഭൂമിയിൽ ഇതുപോലെയുള്ള ജലാശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി, ഗൂഗിൾ ചെയ്താൽ മതി. അവിടെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, അത് ശരിയാണ്. എവിടെ? സൗദി അറേബ്യയില്. അല്ലെങ്കിൽ മഴ പെയ്തിട്ട് ആകാശത്ത് വീഴുന്ന വെള്ളം മാത്രമല്ല സുഹൃത്തെ, ഭൂമിയുടെ അടിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് കേവലം മഴവെള്ളം അല്ല. അങ്ങനെ മഴ ഇല്ലാത്ത സ്ഥലം നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ മഴ ഉണ്ട്. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ കിണർ പറ്റിയിട്ടുള്ളത്. അതെന്താ? ഇവിടെ ഭൂഗർഭജലല്ലേ? അതാ ഞാൻ പറഞ്ഞ, അതിനൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും. ഞങ്ങൾ എന്റെ കൂടെ വന്ന് കാണിച്ചത് ഒരു വീട്ടില് 3 കുഴൽക്കിണർ അടിച്ചിട്ട് ഒരു തുള്ളി വെള്ളമല്ല. അവർക്ക് കിട്ടും, മഴക്കാലത്ത് കിട്ടും, വേനൽക്കാലം പറ്റും. അപ്പൊ എന്താ ഇവിടെ ഭൂഗർഭജലം അല്ലേ? അതിന് ഉത്തരം പറ്റാത്ത കിണർ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ പറ്റാത്ത കിണർ പറഞ്ഞാൽ അത് ഇവിടെ മഴ ഉണ്ടല്ലോ, മഴ ഇല്ലാതിരുന്നോട്ടെ അപ്പൊ കാണാം. മഴ ഇല്ലാത്തടത്തും പറ്റാത്ത കിണറുകൾ ഉണ്ടെന്ന് അതല്ലേ പറയണത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞതറിയോ, ഇതിൽ നിങ്ങൾക്ക് അത്ഭുതിക്കാനുള്ള ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടില് ഞാൻ പറഞ്ഞെന്തറിയോ, ഇത്ര സിമ്പിൾ ആണ്. നമ്മളെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സംസം കിണറിനകത്ത് നിന്ന് അത്ഭുത ജലപ്രവാഹമാണെങ്കിൽ അതിലെ ഒരു പർട്ടിക്കുലർ അവസ്ഥയിലെത്തുമ്പോൾ പമ്പിങ് സ്റ്റോപ്പ് ചെയ്യുന്ന എന്തിനാ? പമ്പിങ് നിർത്തുന്ന എന്തിനാ നമ്മള്? കൺട്രോൾഡ് പമ്പിങ് ആണ് അവിടെ, മോട്ടറൈസ്ഡ് ആണ്, മെക്കാനൈസ്ഡ് ആണ്. അതാ പറഞ്ഞ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ പറ്റുമെന്നുള്ള തോന്നലെത്തുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, മോട്ടോർ സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പമ്പിങ് എന്ന് വെച്ചാൽ അവിടുത്തെ എന്തെങ്കിലും മറ്റേ വെള്ളം അത്രയും കേറി പോണ്ടാവും. ഒന്നാമത്തെ പോയിന്റ് അവിടെ നിയന്ത്രിതമായിട്ടുള്ള പമ്പിംഗ് ആണ്. അവിടെ നിയന്ത്രിതമായിട്ടുള്ള പമ്പിംഗ് ആണ്. രണ്ടാമത്തത്, സംസം വെള്ളത്തിനെ അവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറമുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് വെള്ളം പുറത്തോട്ട് കൊണ്ടിരുന്നത്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോയ വെള്ളം മാത്രമേ പുറത്തു വരുന്നു എന്ന് ഉറപ്പുവരുത്താൻ യാതൊരു സംവിധാനമില്ല. അപ്പൊ ഇതൊക്കെ 1400 കൊല്ലം മുന്നേ ഒരു പ്രവാചകൻ പറഞ്ഞെടുത്തിട്ട് പോയി. എന്താ പറഞ്ഞെടുത്ത പ്രവാചകൻ? ഇങ്ങനെ ഒരു വെള്ളം, പുണ്യമാക്കിയ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു, അത്രല്ലേ ഉള്ളൂ. ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള വെള്ളല്ലേ ഇത്? ഏത് കഥയല്ലേ എന്റെ മിഷാലേ? പിന്നെ ഞങ്ങൾ എന്താ പറഞ്ഞ, വെള്ളം ആണെങ്കിൽ മുകളിൽ വരണ്ടേ ചോദിച്ചിട്ടുണ്ട്. ഇസ്മായിൽ നബി കാലിട്ടടിച്ചപ്പോ വെള്ളം എവിടുന്ന വന്നേ?
വെള്ളം ഭൂമിന്ന് അല്ലേ? ഇപ്പൊ എത്ര അടി താഴ്ച ഉണ്ടതിന്? അവിടെ എത്ര ബിൽഡിങ്ങുകൾ കയറി, അതിന്റെ ഫൗണ്ടേഷൻ കാര്യങ്ങൾ വരുമ്പോ അത് ഉയരില്ലേ? അള്ളാന്റെ അത്ഭുതത്തിന് ബിൽഡിംഗ് ഒക്കെ ഒരു തടസ്സാണോ? പിന്നെ അടിയിൽ കണ്ട വെള്ളം മുകളിൽ ഇങ്ങനെ പുറത്തേക്ക് ഐസ്ക്രീം വരുമ്പോൾ ഇങ്ങനെ മേലേക്ക് കയറി വരെ. അങ്ങനെയല്ലേ വന്നത്? ആ കുഞ്ഞു കാലിട്ട് അടിച്ചപ്പോ വെള്ളം അത് അന്നത്തെ കാലത്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അപ്പൊ വെള്ളം ദാഹം നിർത്തിയിട്ട് ദാഹം മതിയായപ്പോ പറഞ്ഞു നിർത്തിക്കോ, മതി മതി എന്ന് പറഞ്ഞു. അതല്ലേ സംഭവം. അതിനെ ഉദാഹരണം തരാം. അങ്ങനെ വെച്ചാൽ ഇതിപ്പോ മറ്റേ എന്ത് സ്ഫോടനത്തിലെ ഭൂമി ഉണ്ടായി, അതൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾ അങ്ങനല്ലേ വിശ്വസിക്കണത്? എന്തായാലും ഞാനിപ്പോ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മളെ വിഷയത്തിൽ നിന്ന് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഭൂമി ഉണ്ടായത് എന്തോ ഒരു ബാങ്കിങ്ങിലൂടെ അല്ലേ? ബിഗ് ബാങ് ആണെന്നല്ലേ? ഭൂമിയല്ലേ, പ്രപഞ്ചത്തെ കുറിച്ചല്ലേ പറഞ്ഞേ? പ്രപഞ്ചം. അപ്പൊ ഇത് ഇങ്ങനെ ഇടക്കിടക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അതാ പറഞ്ഞ, ഇതൊക്കെ വേറെ പഠന ശാഖകളാണ്. ഇത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല. മനസ്സിലായോ? ഇപ്പൊ ഇന്ന് ഞങ്ങളെ വിളിച്ച കാര്യം നിങ്ങളും ഹസനും കൂടി ഇരുന്നുള്ള സംഭാഷണത്തിലാണ്. ബാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും ഇസ്ലാമിക വിഷയത്തിലോ അല്ലാതെ ഞാൻ പറയാനുള്ള വിഷയങ്ങളിലോ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ സംസാരിക്കാം. അത് ഓക്കെ. വ്യക്തിപരമായിട്ട് നിങ്ങളെ നേരിടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കില്ല, എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചത്. അങ്ങനെ ആവുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ നമ്പർ കൂടി കിട്ടിയത്. അല്ല, എനിക്ക് സ്ഥലം മാറ്റി പറഞ്ഞ് റൂട്ട് മാറ്റിയിട്ടേ. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നുണ പറയുന്ന ആ ആൾക്ക് വിജയം ഉണ്ടാവും. അതാണ് എന്തിനാ നുണ പറയണേ? മതം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അത് വേണ്ടവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് പോവാം. അത് പറഞ്ഞ കഥ അത്ര മതിയല്ലോ. അതിനെന്തിനാണ് ഈ കിടന്ന് നുണ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യാൻ? ഇപ്പം ഹസനെ ഞാൻ വ്യക്തിഹത്യ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ട് ഞാൻ ആ കരുനാഗപ്പള്ളിയിൽ നിന്ന് ആ ഒറ്റപ്പാലം വരെ ഒരു യാത്ര ചെയ്താൽ എന്തായിരിക്കും കഥ? മനസ്സിലായോ? അങ്ങനെ ഓരോ വ്യക്തികൾക്കും, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ന്യൂനതകളൊക്കെ ഉണ്ടായിരിക്കാം. ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അതല്ലല്ലോ ആ വ്യക്തി പറയുന്ന ആശയത്തിനുള്ള മറുപടി. ഒരാളെ ചെയ്ത തെറ്റിന് എല്ലാവരും അടക്കി പറയരുത്. കാരണം എന്താ വെച്ചാൽ മുസ്ലിം പേരുണ്ടായോണ്ട് കാര്യമില്ല. ഞാൻ പറയല്ലോ, നമ്മളിത് അവസാനിപ്പിക്കാം. ഈ സംഭാഷണം നമുക്ക് ഹസനിൽ നിർത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹസൻ നിങ്ങളെ ഉപയോഗപ്പെടുത്തിയത് ഹസന്റെ ഒരു ഇന്റൻഷനിൽ. മൂപ്പർക്ക് വിളിച്ചേ, മൂപ്പരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാനാ മൂപ്പർക്ക് വിളിച്ചത്. അല്ല, അത് നിങ്ങൾ പണ്ടെന്നോ വിളിച്ചതല്ലേ? അത് മൂപ്പരെടുത്തുണ്ട്. അടുത്ത് മൂപ്പര് പറഞ്ഞു. അതിപ്പോ എടുത്ത് പ്രയോഗിച്ചത് വേറൊരു ഉദ്ദേശത്തിലാണ്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല ഹസൻ പറഞ്ഞത്. എന്ത് മതം വിട്ടവനെ കൊല്ലണമെന്ന് നിങ്ങളോട് വെറുതെ നിങ്ങളൊരു കൂട്ടുകാരൻ ചോദിച്ചെന്നല്ല ഹസൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഹസൻ, നിങ്ങൾ നിരന്തരമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന, അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരു ഹിന്ദു ഫാമിലി നിങ്ങളോട് വെറുപ്പ് കാണിക്കുന്നു. ഞാൻ പറഞ്ഞാണ് അങ്ങനെ നമുക്ക് വെറുപ്പ് വരില്ലേന്ന് ചോദിച്ചത്. അല്ലല്ല, ഹിന്ദു ഫാമിലി, നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് അടുപ്പം ബന്ധം ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ഹിന്ദു ഫാമിലി ഇത് കേട്ടിട്ട് നിങ്ങളോട് വെറുപ്പ് കാണിച്ചു എന്നാണ് അവൻ ആദ്യം പറഞ്ഞത്. വെറുപ്പ് തോന്നൂലേന്ന് ഞാൻ പറഞ്ഞ. മൂപ്പർക്ക് തോന്നൂലേന്ന് നിങ്ങൾക്ക് നിങ്ങളെ സംശയമല്ലേ? അത് ചോദിച്ചപ്പോ മനസ്സിലായില്ലേ? ഒരാൾ ഞാൻ പറഞ്ഞത് ഹസൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അറിഞ്ഞോണ്ട് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ പറയാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അതിന്റെ പിന്നിൽ ഒരു വൻ സംഘം, ഞാൻ പറഞ്ഞു കേട്ടോ, അതിന്റെ പിന്നിൽ ഒരു വൻ സംഘമാണ്. അതിന്റെ പിന്നിൽ പഴയകാല പോപ്പുലർ ഫണ്ടുകാരാണ്. ഇതിന്റെയൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടില്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളത് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതിനൊന്നും ഞാൻ എന്നെ കൂട്ടുപിടിച്ചാൽ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയേണ്ടുള്ളൂ ഈ സംഭവം. ഞങ്ങൾക്ക് ജീവിക്കണം. ഞാനിപ്പോ എന്റെ ഇസ്ലാമത്തിൽ അതന്നെ നമുക്ക് ആവശ്യം. ഞങ്ങൾക്കും ജീവിക്കണം, മുർത്തദുകൾക്കും ഇവിടെ ജീവിക്കണം. അല്ല, ആരെയും ജീവിക്കണ്ട പറഞ്ഞല്ലോ. അത്രേ ഉള്ളൂ നമ്മൾ ആവശ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയമായിട്ട് മുന്നോട്ട് പോകാൻ, അത് പറയാനും അത് ജീവിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ കൊല്ലണം എന്ന് മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്ന അത്ര നല്ല കാര്യമായിട്ട് പഠിപ്പിച്ചാൽ പോലും അങ്ങനെ അല്ല, പഠിപ്പിക്കുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നേ വേണം, വിമർശിക്കും. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചാൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പഠിപ്പിക്കാൻ പാടുണ്ടോന്നാണ് ഞാൻ ചോദിക്കണേ. അതാണ് എന്റെ ചോദ്യം. പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ വാദം. അത് ഞാൻ അയച്ചുതരാം. ഞാൻ അയച്ചു തന്നിട്ട് ഞാൻ ഈ അയച്ചു തരുന്ന സാധനം നീ ഹസൻ അയച്ചു കൊടുക്കും. ഞാൻ പുസ്തകത്തിന്റെ ചട്ടയും അതിന്റെ പാഠത്തിന്റെ പേരും ആ ഭാഗം അയച്ചുതരാം. അല്ലല്ലേ, ഞാൻ ചെയ്ത വർക്കിനെ എനിക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ ചെയ്യുന്ന ഞാൻ എങ്ങനെയാണ് അതാ പറഞ്ഞത്. അത്രേ ഉള്ളേ. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റല്ലേ. അതേപോലെ തന്നെയാണ് എന്റെ കാര്യം. ഇപ്പൊ എന്നെ പോലെ വേറെ ആരോ എന്തോ പറഞ്ഞു എന്നുള്ളതിന് എനിക്ക് ഉത്തരവാദിത്തമല്ലല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യല്ലേ ഇപ്പൊ ഞാൻ ഇത് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഹസൻ പറഞ്ഞത് ഈ കാര്യമൊന്നുമല്ല. ഹസൻ പറഞ്ഞത് വേറെ എന്തോ കാര്യമാണ്. എനിക്ക് മറ്റേ അങ്ങനെ തോന്നി, ഡൗട്ട് അടിച്ച് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ അല്ല ഇപ്പളേ. അത് വെറുതെ തോന്നണ ഡൗട്ടാണ്. അതിനിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം അവനവൻ ചെയ്യണത് എന്ത് ചെയ്യണം? അവനവൻ ഇതൊക്കെ ശരിയാക്കണം.
നമ്മളെ കുട്ടികളെ മറ്റൊരാൾക്കെതിരെ വെറുപ്പ് പഠിപ്പിക്കാൻ പാടില്ല നമ്മൾ തീരുമാനിക്കുക. എന്റെ കുട്ടികളെ ഒരാൾക്കെയും ഒരാളെയും വെറുപ്പിക്കാൻ പാടില്ല. ഭാവിയിൽ ഉണ്ടാകാൻ പോണ ഭവിഷ്യത്തുകൾക്ക് ഭാവിയിൽ ഉണ്ടാവും. ഈ മുർത്തത്തിനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുമ്പോഴും ഭാവിയിലും നിങ്ങൾ ചിലപ്പോ നല്ല ഉദ്ദേശിച്ചാവും പറയണ്ടാകുക, പക്ഷെ ഇതൊക്കെ തെറ്റിദ്ധരിച്ച് അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ മദ്രസയിൽ കുട്ടികളെ കൊല്ലണം, കുട്ടികളോട് ഒരു വിഭാഗം മനുഷ്യരെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന അത്രയൊക്കെയാണോ ഞങ്ങൾ പറയണത്? അല്ല, നിങ്ങൾ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്നല്ലേ പറയണേ? കിതാബിലുണ്ടല്ലോ. നിങ്ങളുടെ ഉദ്ദേശം ചിലപ്പോ നല്ലതാവും, പക്ഷെ അത് റൂട്ട് മാറ്റി പോയി കഴിഞ്ഞാൽ അത് ആർക്ക് ബാധിക്കാം? ആർക്ക് ബാധിക്കാം? ഞങ്ങൾ എന്തുകൊണ്ടാ പറയണേ? നിങ്ങൾ പറയണത് ചിലപ്പോ ശരിയായിരിക്കാം, എനിക്കറിയില്ല. ഇതിലുള്ളതാണ് പറയണേ, ഇതിലില്ലാതിരുന്ന മുർത്തത്തിനെ കൊല്ലണമെന്ന് മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞാക്കരുത്, അത് പഠിപ്പിക്കലാണ്. അല്ല, ഞാൻ ശരിയാണെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഒരാളുടെ ഫോൺ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അയിമ വേറെ തഫ്സീറൊന്നും ഞാൻ എഴുതില്ല. അതൊക്കെ ഹസന്റെ പണിയാണ്. എനിക്കറിയില്ല, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതെ. ഞാൻ പറഞ്ഞത് അറിയോ? ഞാനിത് എന്തുകൊണ്ടാ പറയണേ? മദ്രസയിൽ കുട്ടികളെ കൊല്ലണം, മുർത്തത്തിനെ കൊല്ലണം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മദ്രസ എന്തുകൊണ്ടാ ഞാൻ പറയണേ? മദ്രസയിൽ പഠിപ്പിക്കണോണ്ടാ പറയണേ, ഇല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനെന്താന്ന് വെച്ചാൽ ഇവിടെ നിയമങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. അതില് നിയമത്തിൽ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഉണ്ട്. അത് നിയമപരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. തെറ്റ് ചെയ്ത് എങ്ങനെ ശിക്ഷിക്കപ്പെടും? പിന്നെ എന്താ നടക്കുന്നത്? തെറ്റ് ചെയ്താൽ ഒരാളെ ആക്രമിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ആളെ തേജോവധം ചെയ്യാൻ നടക്കുന്നത്. ആരും ചെയ്യില്ല, അത് നിങ്ങളുടെ തോന്നലാണ്. അല്ല, അങ്ങനെ പേടി എനിക്കില്ലാന്ന്. തേജോവധം ചെയ്യാൻ നടക്കണത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നെ പോലുള്ള മുസ്ലിങ്ങൾ ചെയ്യില്ല. എന്തായാലും നമ്മൾ കൊറേ സംസാരിച്ചു. അതല്ല, ഞങ്ങൾക്ക് വിളിക്കേണ്ടി തന്നെ. ഇന്നെ പോലുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. മറ്റുള്ളവരെ നമുക്ക് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ട്. നിങ്ങളെ പോലുള്ള സാധാരണ വിശ്വാസികളോട് നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ജിഹാദ് ഉമ്മാനൊക്കെ മുന്നിൽ നിർത്തി, ഒരു മിനിറ്റ്, എന്റെ ഉമ്മാനൊക്കെ മുന്നിൽ നിർത്തി ജിഹാദ് ചെയ്യും എന്നൊക്കെ പറയണവനോട് അതൊക്കെ ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം വിശദമായിട്ട്. കാരണം വെച്ചാ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മ വലുത് തന്നെയാണ്. നിങ്ങൾ ഏത് മതത്തിലേക്ക് പോയേക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ആ ഉമ്മാനെ മുൻനിർത്തിയിട്ട് എന്നോട് ജിഹാദിന് ഇറങ്ങുന്നൊക്കെ ഒരാൾ പറഞ്ഞ ഓനെ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. ഉമ്മാനൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിശ്വാസം ഏതായിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ പിന്നാലെ ഞാൻ പഠിച്ചിരിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം. ഞാനൊരു 2 വർഷമായിട്ട് ഞാൻ പറയട്ടെ, 2 വർഷമായിട്ട് ഞാൻ വെറും ചിലപ്പോ നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവും, ചിലപ്പോഴല്ല, നല്ലോണം. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പക എന്റെ ഉമ്മാനോട്. ഒരു ഉമ്മ മകനെ സ്നേഹിക്കുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് വിധി എഴുതിയ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ മാതാപിതാക്കൾ നമ്മളോട് പൊറുക്കും, അതെനിക്കറിയാം. അപ്പൊ എന്തായാലും ശരി, നിങ്ങൾ ഇടക്ക് വിളിക്കാം. ഞാൻ വിളിക്കാം. ശരി. എനിക്ക് നിങ്ങളോട് യാതൊരു പ്രശ്നമല്ല, എനിക്ക് നിങ്ങളോടും ഇല്ല. അവരെ എഡിറ്റ് ചെയ്ത് കയറ്റിക്കോന്ന് എനിക്കറിയാം, ഫുള്ള് കണ്ടിട്ടില്ല. ആയിക്കോട്ടെ. കാരണം ഇപ്പൊ അതൊരു വർക്ക് കണ്ടോക്കെ ആയിക്കോട്ടെ. അല്ലേ, ഇപ്പൊ അതൊരു വർക്ക് തീർത്തിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നത്. ഓ ആയിക്കോട്ടെ, നടക്കട്ടെ. ഞാൻ കാണാം നമുക്ക്. ശരി, ഓക്കെ. ശരി.